السلام عليكم ورحمة الله تعالى وبركاته. أهلا بكم ومرحبا إلى أكاديمية عربية مع درس جديد في النحو العربي. أعزائي الطلبة, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ബ്ലോക്ക് 2-ല് യൂണിറ്റ് 2 ആണ്. ഇന്ന അഖവാതുഹ പുതിയ അധ്യായമാണ്. അപ്പോൾ പുതിയ അധ്യായം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് ഒന്ന് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് റിമൈൻഡ് ചെയ്തുകൊണ്ട് പോവാം എന്ന് വിചാരിക്കുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് എന്തായിരുന്നു? ഓർക്കുന്നുണ്ടോ? يارا اسم الموصول. ഇസ്മു മൗസൂല കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മള് കാനാഹ്വാത്തല്ലേ പഠിക്കുക? കഴിഞ്ഞ ചാപ്റ്റർ കാനാഹ്വാത്താണ് കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചത്. അപ്പൊ ഇതിലെ കാനയുടെ അഹ്വാത്തുകൾ ഏതൊക്കെയാണൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. കാന, അസ്ബഹ, സാറ, ലൈസ, ബാത്ത, അൽഹ, ലല്ല, ഹംസ, മാബരിഹ. അതിന്റെയൊക്കെ മീനിങ് ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ ഓരോന്ന് ചോദ്യം ചോദിക്കാനോ അല്ലെങ്കിൽ പിന്നെ സാധാരണ ക്ലാസ് റൂമിൽ ഉണ്ടാകുന്നത് പോലെ ക്വസ്റ്റ്യൻ ചോദിച്ച് അങ്ങനെ അതിനൊന്നും സമയം ഉണ്ടാവില്ലല്ലോ. അപ്പൊ നിങ്ങൾ സെൽഫായിട്ട് പഠിക്കുന്ന ആളുകളാണ്. ഓരോ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു പോകുന്ന കാര്യങ്ങൾ നിങ്ങൾ സ്വയം അത് പഠിച്ചെടുക്കണം, അത് പ്രാക്ടീസ് ചെയ്യണം. ഇതിങ്ങനെ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോ ഇതില് കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതിന്റെ ബേസിൽ നമുക്ക് ഒരു 2 തമ്പ്രീനും കൂടി ചെയ്തിട്ട് വേഗം ചെയ്തതിന് ശേഷം നമുക്ക് പുതിയ ക്ലാസ്സിലേക്ക് പോകാം അല്ലെ. അപ്പൊ ഇതില് മൂന്നാമത്തെ ഒരു തമ്പ്രീൻ ഉണ്ട്, അതൊന്ന് ചെയ്തിട്ട് നമുക്ക് ഇതാണ് التدريب الثالث. أدخل على كل جملة من الجمل التي فعلا مناسبا من أخوات كان وضبطها بالشكل كما في المثال. അതായത് ഒരു മുബത്തദയും ഖബറും തന്നിട്ടുണ്ട്. അതില് കാനാഹ്വാത്തിൽപ്പെട്ട അനുയോജ്യമായ ഒരു പിന്നെ അദാത്ത് കാനയോ സാറയോ അസ്ബഹയോ അംസയോ ഏതെങ്കിലും ഒന്ന് അവിടെ ഉപയോഗിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന്റെ ഇറാബ് അനുസരിച്ച് കൃത്യമായിട്ട് അപ്ലൈ ചെയ്യും വേണം. അപ്പൊ എങ്ങനെ പറയും? ഇവിടെ ഒരു ഉദാഹരണം കൊടുത്തിട്ടുണ്ട്. അന്നസീമു അലീലുൻ. അന്നസീമു അലീലുൻ, രോഗി. പിന്നെ നസീം എന്ന് പറഞ്ഞാല് എന്താണ്? നസീം കേട്ടിട്ടുണ്ടോ? നസീം എന്ന് പറഞ്ഞാല് ഇളങ്കാറ്റ് എന്നാണ് അർത്ഥം. ഇളങ്കാറ്റ്. അപ്പൊ ഇളങ്കാറ്റ് നസീം അലയിലാണ് എന്ന് പറഞ്ഞാല് പിന്നെ അത് ശക്തി കുറഞ്ഞതാണ് എന്നുള്ള ഒരു അർത്ഥത്തിൽ പറയാം. അലയിലിന് വേറൊരു അർത്ഥമുണ്ട്. ഇവിടെ നമുക്ക് രണ്ട് രണ്ട് മാന നമുക്ക് അവിടെ വേണമെങ്കിൽ ഉപയോഗിക്കാം. ഇപ്പൊ നസീം എന്നുള്ളത് ഒരാളുടെ പേരായിട്ട് വെക്കുക. അങ്ങനെയാണെങ്കിൽ നസീം എന്ന വ്യക്തി അലീലുൻ, രോഗിയാണ് എന്ന് പറയാം. അതല്ല, നസീമിന് ഇളങ്കാറ്റ് എന്നുള്ള അർത്ഥത്തിലാവുമ്പോൾ അലീൽ എന്നുള്ളത് ലൈഫ് എന്നുള്ള അർത്ഥത്തിൽ, ദുർബലം എന്നുള്ള, ബലഹീനമാണ് എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പോ അതിന്റെ മീനിങ് വരും. അപ്പോ അന്നസീമു ഏതായാലും അർത്ഥം എന്തായാലും നമുക്ക് അവിടെ ഉദാഹരണത്തിന് അസ്ബഹൻ നസീമു അലീലൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. കാനാഹുവത്ത് വന്നു കഴിഞ്ഞാൽ അതിന്റെ ഇസ്മിന് റഫും ഖബറിന് നസ്ബും ആയിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ അൽ ബർദു ഷദീദുൻ, എന്താ പറയാ, കോൾഡ്, തണുപ്പ് ശക്തമാണ്. അതില് അംസ വന്നു. അംസ എന്നുള്ള കാനാഹുവത്തിൽപ്പെട്ട ഒരു ഫേല്, അംസൽ ബർദു ഷദീദൻ. അതുപോലെ ബാക്കിയുള്ളതൊന്ന് ഉപയോഗിച്ച് കുറച്ച് ചെയ്ത് നോക്കാം, എന്നിട്ട് നമുക്ക് അടുത്തതിലേക്ക് പോകാം. അന്നസീമു അദ്ദീഖു സായിഹുൻ, കോഴി കൂവുന്നതാണ് അർത്ഥം. ദീഖ് പൂങ്കോഴി. അപ്പൊ എങ്ങനെ പറയാം? അതിലൊരു ഒന്ന് പറഞ്ഞു നോക്കല്ലേ, നിങ്ങൾ പറയണം എങ്ങനെ പറയേണ്ടത് അത്. തഫ്ലലു, ആരെങ്കിലുമൊക്കെ ഊഴനുസരിച്ച് പറഞ്ഞാൽ മതി. ഞാൻ വിളിച്ചു പറയുന്നൊന്നുമില്ല, എന്നയാൾ പറയുന്നു. كان الديك ثانيا.
കാനദ്ദീഖു സ്വാനിയാൻ സായിഹ് എന്നാണ്. സായിഹ് സായിഹ് എന്ന് പറഞ്ഞാൽ കൂവുക എന്നർത്ഥം. കോഴി കൂവുന്നതിനാണ് സായിഹ്, കൂവുന്നതാണ്. കാനദ്ദീഖു ലദീഖു, അതാണ് ശ്രദ്ധിക്കേണ്ടത്. കാനദ്ദീഖു സായി എൻ സായിഹൻ, ഇത് കറക്റ്റ് ആണ്. കാനദ്ദീഖു സായിഹൻ. പിന്നെ അതുപോലെ അൽ ജയ്ഷു സാഹിഫൻ, സൈന്യം മാർച്ച് ചെയ്യുന്നതാണ്. അപ്പോ ഇനി വേറെ കാനല്ലാതെ വേറെ ഏതെങ്കിലും ഒന്ന് പറ. കാനയുടെ നെക്സ്റ്റ് കേട്ടില്ല. ആരാ പറഞ്ഞ? മുഫീദാണോ? കേൾക്കുന്നില്ല പറയുന്നത്. അവിടെ എന്തോ നെറ്റ്വർക്ക് പ്രശ്നമുണ്ട്. വേറൊരാൾ പറയണോ? സാറ, അല്ലെങ്കിൽ ചാറ്റ് ചെയ്താൽ മതി, ലേഡിയാന്ന് മതി. സാറൽ ജയ്ഷു ജാഹിഫൻ എന്നാണ് പറയേണ്ടത്. ഓക്കെ. പിന്നെ അതുപോലെ അല്ലിസ്സു ഹാരിബുൻ, കള്ളൻ ഓടിപ്പോകുന്നവനാണ് എന്നതാണ് അവിടെ ഉള്ളത്. അതെന്താക്കണം? ലൈസ ലിസ്സു ഹാരിബൻ. ഹാരിബൻ, കള്ളന്റെ പക്ഷാണ് തോന്നുന്നു അല്ലേ? കള്ളൻ ഓടിപ്പോകുന്നവനല്ല എന്നാ പറഞ്ഞത്. ഓക്കെ. പിന്നെ അടുത്തത് അൽ മുദ്നിബു ഖായിഫുൻ, തിന്മ ചെയ്യുന്നവൻ പേടിക്കുന്നവനാണ്. അപ്പോ തെറ്റ് ചെയ്തവൻ, ക്രൈം ചെയ്യുന്നവൻ പേടിക്കുന്നവനാണ്. അപ്പോ ഓക്കെ. ലല്ലൽ മുദ്നിബു ഖായിഫൻ. അപ്പൊ ഈ ഇറാബ് ശ്രദ്ധിക്കാം. മുദ്നിബു ഖായിഫൻ. അതുപോലെ അൽ ബദ്റു സാത്തിഉൻ, ചന്ദ്രൻ തിളങ്ങുന്നതാണ് എന്നർത്ഥം. എന്താണ് ഉപയോഗിച്ചത്? അൽഹ. അൽഹ അവിടെ ഉപയോഗിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ബദർ എപ്പോഴാണ് ഉണ്ടാവുക? രാത്രിയിലല്ല ഉണ്ടാവുക. അപ്പൊ രാത്രിയുടെ ആ ഒരു അർത്ഥം വരുന്നത് ഏതാണ് അതിൽ പെട്ട? കാനാഹുവത്തില് ബാത്ത് പറയാം അല്ലെ? ബാത്ത അൽ ബദ്റു സാത്തിഅൻ. ഓക്കെ. ഇനി അശംസു സാത്തിഅത്തിൻ, അവിടെ നമുക്ക് എന്ത് ഉപയോഗിക്കാം? അശംസു നേരത്തെ നിങ്ങൾ പറഞ്ഞ ആരാ പറഞ്ഞ? അൽഹ വെച്ചിട്ട് പറയാം. അൽഹ, കാരണം സൂര്യന്റെ സമയം കറക്റ്റ് ആണ്. അൽഹ എന്ന് പറഞ്ഞാല് മധ്യാഹ്നം ഒരു 10-11 മണി, ലുഹ സമയം എന്ന് പറയില്ലേ? അൽഹ ഷംസു, അൽഹ ഷംസ് മുഅന്നസ് ആയതുകൊണ്ട് നമുക്ക് എന്താ പറയാം? അൽഹത്തി ഷംസു എന്ന് കൊടുക്കും. അൽഹത്തി ഷംസു സാത്തിഅതൻ. ഓക്കെ. ഇനി അൽ ആമിലു നഷീത്തുൻ, അസ്ബഹ വെച്ചിട്ട് പറഞ്ഞു. അസ്ബഹ നഷീതൻ. ഓക്കെ, നഷീതൻ. അപ്പൊ അതുപോലെ ഇനി അൽ ഹദീഖത്തു മുസ്മിറത്തുൻ, കാനൽ ഹദീഖത്തു കാനത്തിൽ ഹദീഖത്തു മുസ്മിറത്തൻ. ഓക്കെ. ഇനി ഇതില് വളരെ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി ഉണ്ട്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറയാത്തതുകൊണ്ടും കൂടിയാണ് ഞാനിപ്പോ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അതായത് ഏറാബാണ്. ഇപ്പൊ ഇങ്ങനെയുള്ള സെന്റൻസുകൾ വരുന്ന സമയത്ത് ആ സെന്റൻസിന്റെ ഏറാബ് എങ്ങനെ പറയാന്നാണ്. ഏറാബ് എന്ന് പറഞ്ഞാൽ നമ്മള് ഏറാബുകൾ പഠിക്കുന്ന സമയത്ത് അതെങ്ങനെയാണ് അതിന്റെ ഒരു സെന്റൻസിന്റെ ഓരോ വാക്കിന്റെയും ഏറാബ്, അതിന്റെ സ്ട്രക്ചർ എങ്ങനെയാണ് പറയേണ്ടത് എന്നുള്ളതിന്റെ ഒരു ഉദാഹരണം, അതിന്റെ ഒരു ആക്ടിവിറ്റിയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഒരു ഉദാഹരണം നോക്കുക. ആരിബിൽ ജുമലിലാത്തി കമാഫിൽ മിസാൽ. അസ്ബഹൽ മുജ്തഹിദു മസ്റൂറൻ, അതില് അൽ മുജ്തഹിദു മസ്റൂർ എന്നുള്ള ഒരു ഇസ്മിയായ ജുംലയിൽ അസ്ബഹ ഉപയോഗിച്ചിട്ട് അസ്ബഹൽ മുജ്തഹിദു മസ്റൂറൻ. നമുക്കറിയാം അസ്ബഹ എന്നുള്ളത് എന്താണ്? അത് കാന അഹ്വാത്തിൽപ്പെട്ട ഒന്നാണ്. മുജ്തഹിദ് എന്നുള്ളത് നമ്മൾ ഓൾറെഡി പറഞ്ഞ അതിന്റെ പിന്നെന്താണ് പറഞ്ഞിട്ടുള്ളത്? ആദ്യം ഇസ്മ, കാനയുടെ അസ്ബയുടെ ഇസ്മ ആയിരിക്കും. മസ്റൂർ എന്നുള്ളത് എന്തായിരിക്കും? ഖബറായിരിക്കും. അപ്പൊ അതാണ് പറഞ്ഞത്. അത് അതുപോലെ പറയണ്ട. അസ്ബഹ ഫിഅലുൻ മാദിൻ നാസിഖുൻ, ഫിഅലു മാദിൻ നാസിഖുൻ എന്നാണ് പറയുന്നത്.
അപ്പൊ നാസിഹ വേണമെങ്കിൽ അവിടെ ഫേല് മാതി خبر നാഖിസുൻ നാസിഖുൻ എന്ന് പറയാം. പിന്നെ രണ്ടാമത്തത് മുജ്തഹിദ്, അൽ മുജ്തഹിദു. ഇവിടെ അസ്ബഹ എന്നുള്ള ഫെയിലാണ്. ഫെയിലിന് ഫായിൽ ഇല്ലാത്തത് എന്തുകൊണ്ടാന്ന് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അത് നാസിഹാണ്, നാഖിസ് ആണ് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ആ ചാപ്റ്റർ അത് മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ ഒന്ന് കേട്ട് നോക്കുക കഴിഞ്ഞ ക്ലാസ്. അൽ മുജ്തഹിദു ഇസ്മു അസ്ബഹ, അസ്ബഹയുടെ ഇസ്മാണ്. മർഫൂഉൻ, അതിന്റെ ഇറാബ് എന്താണ്? റഫ് ആയിരിക്കും. റഫായിരിക്കും, മർഫൂ ആണ്. അപ്പൊ മർഫൂ ആണെന്ന് പറയാം. പിന്നെ അലാമത്ത് റഫഹി അദ്ദമ്മത്തു, അതിന്റെ റഫിന്റെ അലാമത്ത് അടയാളമായിട്ട് ഇവിടെ വന്നിട്ടുള്ളത് ലമ്മാണ്. ലമ്മ് റഫിന്റെ അടയാളമാണ്. അപ്പൊ അതും കൂടി വേണമെങ്കിൽ പറയാം. അപ്പൊ ഇങ്ങനെ പറയാം, അസ്ബഹ മർഫൂൻ, സോറി, ഇസ്മു അസ്ബഹ മർഫൂൻ അലാമത്തു റഫഹി അദ്ദമ്മത്തു. ഇനി മസ്റൂർ എന്നുള്ളത് അതിന്റെ ഖബറാണ് അല്ലെ. അപ്പൊ എങ്ങനെ പറയാം? ഖബറു അസ്ബഹ, ഖബറിന്റെ ഇറാബ് നസ്ബാണ്. അപ്പൊ മൻസൂബുൻ അലാമത്ത് നസ്ബിഹി, നസ്ബിന്റെ അലാമത്ത് ഇവിടെ എന്താണ്? അൽ ഫതഹത്തു, ഫതഹാണ്, ഫതഹ. ഓക്കെ. ഇനി അതുപോലെ ബാക്കിയുള്ള ഇവിടെ ഉള്ളത് പറയണം. എങ്ങനെ പറയാം? മാസാലത്ത് ദുന്യ ഹാദിഅ, ഹാദിഅ എങ്ങനെ വായിക്കുക? ഹാദിയത്തൻ. ഹാദിഅത്തൻ. ഓക്കെ. അപ്പൊ ഒന്ന് പറഞ്ഞു നോക്കാം. മാസാല, അപ്പൊ ഇവിടെ മാ പറയണം. മാ എന്തായിരിക്കും? ഫെയിലിന്റെ മുമ്പിൽ മാ വരുമ്പോ അതെന്തായിരിക്കും? ജാല എന്നുള്ള ഫെയിലാണ്. അപ്പൊ മായുടെ മുമ്പ് മാ എന്തായിരിക്കും? മൗസൂലയുടെ ഇസ്മല്ല. മാ പല അർത്ഥത്തിൽ വരാറുണ്ട്. സാധാരണ മാ കത്തബ എന്താ അർത്ഥം? എഴുതിയിട്ടില്ല. എഴുതിയിട്ടില്ല. അപ്പൊ അവിടെ മാ എന്നുള്ളത് നെഫയുടെ ആണ് കേട്ടോ. അപ്പൊ അതിന് പറയേണ്ടത് ഹർഫു നഫി. അപ്പൊ ഇങ്ങനെയുള്ള ഈ ഖാനാഹുവാത്തില് മാസാല, മാ ബരിഹ, മാ ഫത്തിഹ എന്നൊക്കെയാണ്. അപ്പോ പക്ഷെ ഇവിടെ മീനിങ് എന്തല്ല, നഫിയുടെ മീനിങ് അല്ലായിരിക്കും. മാസാലത്ത് എന്നാണ് ഫേൽ ഉപയോഗിക്കുന്നതെങ്കിലും മാ ഫത്തിഹ, മാ മംഫക്ക എന്നൊക്കെ പറയുമ്പോഴും മീനിങ് അവിടെ എന്തായിരിക്കും? അവിടെ സ്റ്റിൽ കണ്ടിന്യൂ, അങ്ങനെ ആയിക്കൊണ്ടേ ഇരിക്കുന്നു എന്നുള്ള ഒരു അർത്ഥമാണ് ആ ഒരു വാക്കിന് ഉണ്ടാവുക, ആ ഫേലിന് ഉണ്ടാവും. ഇനി ജാലത്ത് നേരത്തെ പറഞ്ഞു. ഇനി അസ്ബഹൊക്കെ പറഞ്ഞതുപോലെ പറയാം. എന്താണ്? ഫേല് മാലിയാണ്, മുള്ളാരിയാണ്. ഫേല് മാലിയാണ്. പിന്നെ നാസിഖാണ്. ഓക്കെ. ഇനി അദ്ദുന്യ, ഇവിടെ ഈ ഒരു സെന്റൻസിൽ ഞാൻ പറഞ്ഞ പോലെ ഈ ഒരു ടെക്സ്റ്റിൽ ഉടനീളം ഈ ഒരു എന്താ പറയാ, ഒരു പിന്നെ കുറെ പ്രോബ്ലംസ് ഉണ്ട്. പ്രോബ്ലംസ് നിങ്ങളോട് പറഞ്ഞിട്ട് നിങ്ങൾ ഇതില് മനസ്സിലാക്കിയിട്ട് റഫല്ല ശരിക്കും വേണ്ടി എങ്ങനെ എന്താ ചോദിച്ചത്? മനസ്സിലായില്ല. ഒന്നുകൂടി ചോദിക്കൂ. സാർ ഇത് ഏതാ പേജ് നമ്പർ എന്ന് പറഞ്ഞത്? ഇതുവരെ ഇവിടെ കിട്ടിയിട്ടില്ല. ഇപ്പൊ ചോദിച്ച ചോദ്യം ആരാ ചോദിച്ചത്? പേജ് നമ്പർ ഇതാ ഇതില്. ഇത് നമ്മൾ ഈ കാനാക്കവാത്ത് നോക്കിയിട്ട് കാണുന്നുണ്ട്. പക്ഷെ സാറ് പറഞ്ഞ ഉദാഹരണം ഇതിലില്ല. ഇതില് പേജ് നമ്പർ നിങ്ങൾക്ക് കാണുന്നില്ലേ? 28 ഇവിടെ അടിയിൽ കൊടുത്തിട്ടുണ്ടല്ലോ പേജ് നമ്പർ. പക്ഷെ 28-ല് 28-ല് സാറേ വമായു അക്സാമോ എന്നാണ്. അതില് അതെ, ഇതില് പിന്നെ എന്താ പറയുക, ഇപ്പൊ ഇത് നടന്നുകൊണ്ടിരിക്കുന്ന ക്ലാസ് BA അറബിക്കിന്റെ ക്ലാസ് ആണ്. അപ്പൊ ഇതില് BA അഫ്സലേര് ജോയിൻ ചെയ്തിട്ടുണ്ടാവും. കാരണം ഗ്രാമർ ആയതുകൊണ്ട് നിങ്ങളത് കേട്ടിരുന്നാ മതി. പ്രശ്നമില്ല. നിങ്ങളുടെ സബ്ജക്റ്റിൽ ഇത് എല്ലാവർക്കും ഉള്ളതായിരിക്കും. ഞാനത് ഗ്രാമർ ആയതുകൊണ്ട് എല്ലാവരും ജോയിൻ ചെയ്തോട്ട് വെച്ചിട്ടാണ് ഗ്രൂപ്പിൽ അതിന്റെ ലിങ്ക് വിടുന്നത്. ഇതിന്റെ ലിങ്ക് BA അറബിക്കിന്റെ ക്ലാസ്സിൽ മാത്രമാണ് വരുന്നത്. അപ്പൊ പറഞ്ഞു വന്നത് പിന്നെ ജാല ഫേല് മാലി നാസിഖ് പറഞ്ഞു. അനി അദ്ദുന്യ, ദുന്യ എന്താണ് പറഞ്ഞത്? ഇങ്ങനെ വന്നു കഴിഞ്ഞാല് മാസാലയുടെ അതിന്റെ ഇസ്മു
ഇനി وعلامة رفعه ضمة. മർഫു മർഫു പറയണ്ടേ? ആ. പറഞ്ഞോ. മർഫൂൻ وعلامة رفعه الضمة. അല്ലമ്മത്തു. അതാണ് ഇവിടെ പ്രശ്നം. ഇവിടെ ലൊമ്മ നിങ്ങൾ കാണുന്നുണ്ടോ? ദുന്യ എന്ന് പറയുമ്പോ ലൊമ്മ ഉണ്ടോ? لا. ഇല്ല. അരിബ് എന്താ ലമ്മിന്റെ ഇതിൽ നിൽക്കുന്നതല്ലേ? ഇവിടെ അല്ല അല്ല അല്ല. അപ്പൊ ഇവിടെ ഈ ഒരു ഈ ഒരു ചോദ്യം ഇവിടെ ചോദിക്കാൻ പാടില്ലായിരുന്നു. കാരണം നിങ്ങൾ ആ ഒരു വിഷയം പഠിച്ചിട്ടില്ല. അത് നിങ്ങൾ പഠിക്കാൻ പോകുന്ന ഒരു ഭാഗം. അതായത് ചില പിന്നെ വാക്കുകളുണ്ട്, അതിൽ ഏറാബ് പ്രത്യക്ഷത്തിൽ കാണൂല. നമ്മള് മങ്കൂസ്, മക്സൂർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറെ ഇസ്മുകളെ കുറിച്ച് വേറെ കുറച്ച് സാധനങ്ങളൊക്കെ പഠിക്കാനുണ്ട്. അപ്പോ അവിടെയൊക്കെ ഡിസ്കസ് ചെയ്യേണ്ട ഒരു പോയിന്റ് ആണത്. ഇപ്പൊ ഇവിടെ എന്താ സംഭവിച്ചാല് ഏറാബ് എന്താണ് മറഞ്ഞു കിടക്കുകയാണ്. ഏറാബ് കാണൂല. മുഖദ്ദറായ ലമ്മാണ് കേട്ടോ, അങ്ങനെയാണ് പറയാം. സാങ്കല്പികമായ ലമ്മത്ത് കൊണ്ടാണ് അവിടെ എന്റെ ഏറാബ് കിടക്കുന്നത്. അപ്പൊ അത് നമ്മൾ പിന്നെ മനസ്സിലാക്കും. അപ്പൊ എല്ലായിടത്തും ചിലപ്പോൾ ലമ്മ് കാണൂല, അല്ലെങ്കിൽ ഹരക്കത്തുകൾ പ്രത്യക്ഷത്തിൽ കാണൂല. അങ്ങനെയുള്ള ചില വാക്കുകളുണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് എന്താ പറയാ, അസ അസ എന്ന് പറയുമ്പോൾ അതിലെ ഏറാബ് ചിലതൊന്നും വെളിവാകൂല. ഇപ്പോ അത് ഫതഹാണെങ്കിലും ലമ്മാണെങ്കിലൊക്കെ. പറഞ്ഞുതരുമോ? ഈ ഐഫോൺ എന്ന് പറഞ്ഞിട്ട് 2 ID കാണുന്നുണ്ട്. പറയുന്നത് ക്ലിയർ ആണല്ലോ, ബ്രേക്ക് ആയി പോകുന്നുണ്ട്. ഒന്ന് ഇതില് ടെസ്റ്റ് വിട്ട് ചാറ്റില് എഴുതി വിട്ടാൽ മതി നിങ്ങളെ ഡൗട്ട് എന്താണ്. അവിടെ നെറ്റ്വർക്കിന്റെ പ്രശ്നം ഉണ്ടാവും ചിലപ്പോ. ഓക്കെ, ഞാൻ പറയണത് ക്ലിയർ ആണല്ലോ നിങ്ങക്ക്? ആ ഓക്കെ. ഇനി അടുത്ത പറയാം, ഹാദിഅതൻ. നിങ്ങള് ജോയിൻ ചെയ്യുമ്പോഴേ പിന്നെ ബാക്കിയുള്ള ഇനി അടുത്ത ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇതില് നിങ്ങളുടെ സൂമില് ഒരു ID ഉണ്ടാക്കാൻ പറ്റും. നിങ്ങൾക്ക് ജോയിൻ ചെയ്യുന്നതിന് മുമ്പായിട്ട് തന്നെ സൂമിൽ നിങ്ങളുടെ പേര് വെച്ചിട്ട് ഒരു ID, നമ്മളൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുമല്ലോ, അങ്ങനെ ക്രിയേറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ പേരിൽ തന്നെ ജോയിൻ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ആരാന്ന് മനസ്സിലാക്കാൻ പറ്റും. അതല്ലെങ്കിൽ ജോയിൻ ചെയ്തതിന് ശേഷം റീനെയിം ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. അങ്ങനെ റീനെയിം ചെയ്ത് വന്നാലും മനസ്സിലായത് കുറെ ആളുകൾ ആരാന്ന് മനസ്സിലാവില്ല. ഓക്കെ, അപ്പോ പോട്ടെ. ഇതിന് സാന്ദർഭികമായിട്ട് പറഞ്ഞാണ് ഹാദിയായത്ത് എന്നുള്ളതിന്റെ ഏറാബ് എങ്ങനെ കൊടുക്കാം? ഖബറു മാസാല. ഖബർ മാസാല. ഏറാബോ? മൻസൂബൻ. അലാമത്തു നസ്ബിഹി അൽ ഫതഹത്ത്. അവിടെ ഫതഹത്ത് ഉണ്ട്. ഓക്കെ, മാസാലത്ത് ദുനിയ ഹാദിഅതൻ, അവിടെ ക്ലിയർ ആണ്. ഇനി അതേപോലെ സാറൽ അനബു സബീബൻ, അതും കൂടി പറയാം. സാറ ഫിഅ്ലു മാളി. സാറ ഫിഅ്ലു മാളി. മാളി അത് മാത്രം മതിയോ? സാറ ഫിഅ്ലു മാളിൻ. ناسخا. ഫിഅ്ലു മാളിൻ നാസിഖുൻ. നാഖിസുൻ വ നാസിഖുൻ. സാധാരണ പറയല് നാഖിസ് എന്നാണ് പറയല്, നാസിഖ് എന്ന് എപ്പോഴും പറയാറില്ല, പറയാം. പിന്നെ അടുത്തത് ഐനബു. إنه اسم سارة ഇസ്മു സാറ مرفوع وعلامة رفعه ضمة. അലാമത്തു رفعه ضمة. അല്ലം. പിന്നെ സബീബൻ. സബീബ് എന്ന് പറഞ്ഞാൽ ഉണക്കമുന്തിരി എന്നാണ് അർത്ഥം. സാധാ മുന്തിരി ഉണക്കമുന്തിരി ആയി എന്നർത്ഥം. സാറയുടെ അർത്ഥം അങ്ങനെ വരും. സബീബൻ خبر سارة ബറുസാറ منصوب منصوب. وعلامة نصبه അലാമത്തു നസ്ബിഹി അൽ الفتحة. ഫതഹ്. ഓക്കെ, ഇതാണ്, ഇങ്ങനെയാണ് ഇറാബ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പൊ ഇതേപോലെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് 2 ഞാൻ അവിടെ ബാക്കി വെച്ചിട്ടുണ്ട്, അത് നിങ്ങൾ ചെയ്യാം. ഇപ്പൊ 2 നമ്മൾ ചെയ്ത സെയിം ആണ്. മസാലത്തെ റഗ്ബത്തു സാദിഖത്തൻ ഹംസത്തിൽ ലൈലത്തു മുസ്ലിമത്തിന്. അത് നിങ്ങളൊന്ന് ചെയ്തു നോക്കുക. ഇനി നമുക്ക് അടുത്ത പിന്നെ വിഷയത്തിലേക്ക് പോകാം. ഇതേപോലെ ഇപ്പൊ നമ്മൾ ഇത് രണ്ടും കണക്ട് ചെയ്ത് പഠിക്കുമ്പോൾ എളുപ്പം മനസ്സിലാവും. അതുകൊണ്ടാണ് ഞാൻ ഇതൊന്നും കൂടി ഒന്ന് റിവൈസ് ചെയ്യാന്ന് വിചാരിച്ചത്. അടുത്ത ചാപ്റ്റർ ഇതിനോട് നേരെ കണക്റ്റഡ് ആയിട്ടുള്ള ഒരു സാധനമാണ് ഇന്ന അഹ്വാത്ത്. ഇപ്പൊ നമ്മൾ കാനാഹ്വാത്ത് പഠിച്ചു. കാനാഹ്വാത്ത് ചെയ്തത് എന്താണ്? സാധാരണ ആയിട്ടുള്ള ഒരു ഇസ്മിയായ ജുംലയെ എന്ത് ചെയ്തു? ഇസ്മിന് റഫു ഖബറിന് നസ്ബ്. ഇസ്മിന് റഫ് ഖബറിന് നസ്ബ് ആണ് ചെയ്തത്.
അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു പിന്നെ പണിയാണ് ഇനി ഇന്ന അഹ്വാത്തിന് ഉണ്ടാവുക. ഇപ്പൊ ഉദാഹരണത്തിന് ഒരു സിമ്പിൾ ഉദാഹരണം പറയും, ഒരു ഇസ്മിയ ജുംല പറയും. ഞാൻ പിന്നെ സാധാരണ പറയുന്ന പോലെ തന്നെ അൽ കിതാബു അൽ കിതാബ് അൽ കിതാബു റഫാണ് അല്ലെ. മുഫീ എന്താ കൊടുക്കണ്ടേ? മുഫീദുൻ. മുഫീദ്. കിതാബ മുഫീദുൻ. അൽ കിതാബു മുഫീദ് എന്നാണ് സാധാരണ. ഇത് ഒരു ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു ഇസ്മിയ ജുംല, സിമ്പിൾ സെന്റൻസ്. ഇതിൽ ഇനി നമ്മൾ ഇന്ന പോലെയുള്ള വാക്കുകൾ കൊടുക്കുന്ന സമയത്ത് ഒരു മാറ്റം വരും. എന്താ സംഭവിക്കുക? ഇന്നൽ നമ്മള് പിന്നെ ഒരു ഇന്ന വെച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു ആയത്ത് പറയാൻ പറ്റുമോ നിങ്ങൾക്ക്? ഇന്ന വെച്ചിട്ട് ഇന്നല്ലാഹ 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 അല്ലാഹ മലായിക ഇന്നല്ലാഹ ഗഫൂറുൻ അല്ലേ? ഗഫൂറുൻ. ഇവിടെ നോക്ക്, ഇന്നല്ലാഹ ഗഫൂറുൻ. ഇവിടെ ശ്രദ്ധിച്ചു നോക്കൂ. സാധാരണ ഈ ഇന്നല്ലാതെ പറയുകയാണെങ്കിൽ എങ്ങനെ പറയേണ്ടത്? അല്ലാഹു ഗഫൂർ എന്നാണ്. പക്ഷെ ഇന്ന അവിടെ ഉപയോഗിക്കുമ്പോൾ നമ്മൾ എന്താ പറയുന്നത്? അല്ലാഹ. അല്ലാഹ. അപ്പൊ എന്ത് ചെയ്തു? അതിന്റെ ഇസ്മിനെ നെസ്ബ് ചെയ്തു, ഖബറിന് ഗഫൂറുൻ റഫാണ്. അപ്പൊ കിതാബു എന്നുള്ളത് കിതാബ, കിതാബ മുഫീദുൻ. നേരത്തെ പറഞ്ഞ കാനയുടെ നേരെ ഓപ്പോസിറ്റ്, ഇന്നൽ കിതാബ മുഫീദുൻ ഇന്നല്ലാഹ ഗഫൂറുൻ ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി. ഇന്നദ്ദീന കണ്ടോ? ഇന്നദ്ദീന. ഇന്ന എവിടെ ഉണ്ടോ അവിടെയൊക്കെ നമ്മൾ അടുത്ത വാക്ക് അങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. ഇന്നദ്ദീന ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം. അവിടെ പിന്നെ ഖബർ അങ്ങനെ നേരെ ഡയറക്റ്റ് ഇതേപോലെ ഇസ്മല്ലാത്തതുകൊണ്ട് ഖബറിന്റെ ഇറാബ് കാണൂല. ഇന്നദ്ദീന ഇൻദല്ലാഹി, ഇൻദല്ലാഹി എന്നുള്ളതാണ് അവിടെ. സോറി, ഇന്നദ്ദീന ഇൻദല്ലാഹി അൽ ഇസ്ലാമു. ഇസ്ലാമു ആണ് അവിടുത്തെ ഖബർ. ഇന്നദ്ദീന ഇൻദല്ലാഹിന്റെ ഇടയിൽ വന്നിട്ട് പിന്നെന്താ പറയാ? അൽ ഇസ്ലാമു. ഇസ്ലാമു അദ്ദീനു അൽ ഇസ്ലാമു എന്നാണ് വരിക. അപ്പൊ ഇസ്ലാം അവിടെ ഖബർ വരുന്നത്, അവർ റഫ് വരുന്നത്. അപ്പൊ ഇതാണ് നമുക്ക് പറയാനുള്ളത് കേട്ടോ. ഈ ചാപ്റ്ററിൽ അതാണ് പഠിക്കാനുള്ളത്. അപ്പൊ ഇതിൽ പഠിക്കാനുള്ള പോയിന്റ് ഇപ്പൊ പഠിച്ചു കഴിഞ്ഞു. ഇത്രേ ഉള്ളൂ പഠിക്കാൻ. ഇനി ഒന്ന് ഔദ്യോഗികമായിട്ട് പഠിക്കാന്ന് മാത്രം. വിഷയം നിങ്ങൾക്ക് മനസ്സിലായി എന്നാണ് മനസ്സിലാക്കുന്നത്. ഓക്കെ. അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് വായിക്കത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഒരു ഇതിനു വേണ്ടിയിട്ട്. പിന്നെ ദുറൂസൽ മാലിയ തഅല്ലംനാ അലൽ ജുംല ഇസ്മിയ വൽ മുബ്തദ വൽ ഖബർ വൽ അഫ്ആൽ നാസിഖ വൻ നാഖിസ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ ആയിട്ട് പല ചാപ്റ്ററുകളിലായിട്ട് പഠിച്ചത് എന്തൊക്കെയാണ്? ജുംല ഇസ്മിയ പഠിച്ചു, മുബ്തദ ഖബർ പഠിച്ചു, പിന്നെ അഫ്ആൽ നാസിഖ. അഫ്ആൽ നാസിഖ എന്താണെന്ന് പഠിച്ചു. നാസിഖ എന്ന് പറഞ്ഞാൽ എന്താ? അതിന്റെ മീനിങ് എന്താണ്? എന്തുകൊണ്ട് ആ ഫിഅലുകൾക്ക്, ഈ കാനാഹ്വാത്തിൽപ്പെട്ട ഫിഅലുകൾക്കൊക്കെ നാസിഖ എന്നുള്ള ഒരു പേര് വരാൻ കാരണം ഓർക്കുണ്ടോ? ഫായില് മഫ്ഊൽ ഇല്ലാതെ ആണോ? ഇല്ലാത്ത ഫീലുകളായി കാരണം അവിടെ ഖബർ ഇസ്മാണ്, അല്ലാണ്ട് ഫീലും ഫായിലല്ല. അത് നാഖിസിന്റെ അർത്ഥമാണ് പറയുന്നത്. നാഖിസ് എന്ന് പറയുമ്പോൾ ഫായിലും മഫ്ഊൽ ബിഹി ഒന്നും ഇല്ല, അല്ല ഫായിലും മഫ്ഊൽ ബിഹി വരുന്നില്ല. നാസിഖ് എന്ന് വരാൻ കാരണം ദുർബലപ്പെടുത്തുക, അതിന്റെ മുമ്പുള്ള ഇറാബിന്റെ ഹുക്കുമിൽ മാറ്റം വരുത്തുന്നു അല്ലെ. നേരത്തെ ഖബറായിരുന്ന ഒരു സാധനത്തിന് അത് നെസ്ബാക്കിയിട്ട് റഫായിട്ടുണ്ടായിരുന്നതിനെ നെസ്ബാക്കുന്നു, നെസ്ബാണെങ്കിൽ അതിനെ റഫാക്കുന്നു. അങ്ങനെ ഇറാബി ആയിട്ടുള്ള ഹുക്കുമിൽ ചേഞ്ച് വരുത്തുന്നതുകൊണ്ടാണ് നാസിഖ് എന്ന് പറയുന്നത്. ഓക്കെ. അതിൽപ്പെട്ടതാണ് കാനാഹ്വാത്ത്. ഇതൊക്കെ നമ്മൾ പഠിച്ചു. അല്ലത്തി തുഅദ്ദു മിനൽ ഖസായിസ് റഈസിയ അൽ മുതഅല്ലിഖ ബിൽ ജുംലൽ ഇസ്മിയ. ഇസ്മിയ ജുംലകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രത്യേകതകളിൽ ഒന്നാണ് കാനാഹ്വാത്തും അതുപോലെ തന്നെ ഈ കാനാഹ്വാത്ത് വരുന്ന സമയത്ത് ഉണ്ടായിരുന്ന മാറ്റങ്ങളെ കുറിച്ചൊക്കെ. അപ്പൊ ഇവിടെ ഹുനാഫി ദർസീന തഅറഫു അല ബഅൽ ഹുറൂഫ്, നമ്മളിവിടെ ചില ഹർഫുകളെയാണ് പരിചയപ്പെടാൻ പോകുന്നത്. ആ ഹർഫുകൾ അല്ലത്തി തദ്ഖുലു അയ്ലൻ അലൽ ജുമലിൽ ഇസ്മിയ, അതും ഇസ്മിയ ജുംലകളുമായി ബന്ധപ്പെട്ടതാണ്. അതായത് ഇസ്മിയ ജുംലകളിലാണ് ആ ഹുറൂഫുകൾ പിന്നെ കടന്നു വരിക. വഹിയ ഇന്ന അഖ്വാതുഹ, അവകൾക്കാണ് നമ്മൾ എന്ത് പറയാം? ഇന്ന അഖ്വാത്ത് എന്ന് പറയുന്നത്. മിനൽ അംസില, കുറച്ച് ഉദാഹരണങ്ങൾ ഇവിടെ കൊടുക്കുകയാണ്. സനുഹാവിലുൽ ഇക്തിശാഫിൽ ഫുറൂഖ് ബൈനഹ, അവ തമ്മിലുള്ള വ്യത്യാസങ്ങളൊന്ന് നോക്കി നോക്കാം. ഒന്ന്, അസ്സിഹ്ഹതു നിഅമത്തുൻ മിനൽ ഖാലിഖ്. അസ്സിഹ്ഹതു നിഅമത്തുൻ, അസ്സിഹ്ഹതു നിഅമത്തുൻ, അതാണ് ഒരു ബേസിക് സെന്റൻസ്. അസ്സിഹ്ഹതു, സിഹ്ഹത്ത് എന്ന് പറയാം ആരോഗ്യം. ആരോഗ്യം. നിഅമത്തുൻ ആരോഗ്യം, നിഅമത്തുൻ അനുഗ്രഹമാണ്. അസ്സിഹ്ഹതു നിഅമത്തുൻ മിനൽ ഖാലിഖ്, അല്ലാഹുവിന്റെ അടുക്കൽ നിന്നുള്ള അനുഗ്രഹമാണ്. ഇവിടെ സിഹ്ഹത്തിന്റെ ഇറാബ് എന്താ? സിഹ്ഹതു റഫാണ്. നിഅമത്തുൻ
റഫ് റഫാണ്, രണ്ടും റഫാണ്. പക്ഷെ ഇനി അത് നമ്മളൊന്ന് ചേഞ്ച് ചെയ്ത് നോക്കുക. ഇന്ന സിഹത നിഅമത്തും മിനൽ ഖാലിഖ്. സിഹതു എന്തായിട്ട് മാറി? ഇന്ന സിഹത എന്നായി അല്ലെ? അപ്പൊ ഇവിടെ നസ്ബായിട്ട് മാറി. അതുപോലെ തന്നെ അൽ ഇൽമു നൂറുൻ. അൽ ഇൽമു നൂറുൻ, അറിവ് പ്രകാശമാണ്. ഇവിടെ അവിടെ രണ്ടും എന്താണ്? ഇൽമുൻ നൂറുൻ, രണ്ടിന്റെ ഇറാബ് എന്താണ്? റഫാണ്. റഫാണ്, രണ്ട് റഫാണ്. പക്ഷെ നമ്മൾ അതിനെ അടുത്ത സെന്റൻസിൽ പറയുക അലിം തു, ഞാൻ മനസ്സിലാക്കി, അന്നൽ ഇൽമ നൂറുൻ, അന്നൽ ഇൽമ. അപ്പോ ഇൽമു എന്നുള്ളത് മാറിയിട്ട് എന്തായി മാറി? ഇൽമ, നസ്ബായിട്ട് മാറി. കാരണം അവിടെ അന്ന വന്നിട്ടുണ്ട്. ഇന്നയെ പോലെ തന്നെ വേറെ ഒന്നാണ് അന്ന. ഇന്ന എന്ന് പറഞ്ഞാലും തീർച്ചയായും നല്ല അർത്ഥമാണ്. സ്ട്രെസ് ചെയ്ത് പറയാൻ വേണ്ടി ഇന്ന എന്ന് പറയുമ്പോഴും ആ അർത്ഥം തന്നെയാണ് കേട്ടോ. ഇന്ന സിഹത, തീർച്ചയായിട്ടും ആരോഗ്യം, നിഅമത്തുൻ, അനുഗ്രഹമാണ്. അലിംതു, ഞാൻ മനസ്സിലാക്കി, അന്നൽ ഇൽമ, തീർച്ചയായിട്ടും അറിവ് നൂറാണ് എന്ന് ഞാൻ അറിഞ്ഞു. ഇനി വേറൊന്ന്, അന്നസ്റു ഖരീബുൻ. നസ്ർ എന്ന് പറഞ്ഞ വിജയം, ഖരീബുൻ അടുത്താണ്. അടുത്താണ്. അവിടെ നസ്റു റഫാണ്, ഖരീബുൻ അതും റഫാണ്. പക്ഷെ ഇനി അടുത്ത അതിനൊന്ന് ചേഞ്ച് ചെയ്തിട്ട് പറയണം, ലഅല്ല നസ്റ ഖരീബുൻ. ലഅല്ല, ലഅല്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ആയേക്കാം. അതിന്റെ മീനിങ്, ഈ വാക്കുകൾ നിങ്ങളുടെ പിന്നെ പുതിയ വാക്കുകളായതുകൊണ്ട് അതിന്റെ മീനിങ് അറിയാത്തവർ എഴുതി നോട്ട് ചെയ്ത് വെച്ചോളൂ. ലഅല്ല എന്ന് പറഞ്ഞാൽ ആയേക്കാം, ഒരു പ്രതീക്ഷ, ഒരു പ്രതീക്ഷയുടെ മീനിങ് ആണ്, ഒരു ഹോപ്പ് അല്ലെ. ലഅല്ല ആയേക്കാം. അന്നസ്ര ഖരീബുൻ, വിജയം അടുത്തായേക്കാം, അതായത് വിജയം അടുത്തുണ്ടായേക്കാം എന്നുള്ള അർത്ഥത്തിലാണ് എന്ന് പറയാം. അപ്പൊ അവിടെയും നെസ്ർ, റഫായിട്ടുണ്ടായിരുന്ന നെസ്റു എന്നത് മാറിയിട്ട് നെസ്ര എന്നാണ് ഉപയോഗിച്ചത്. കാരണം അവിടെ ലഅല്ല വന്നതുകൊണ്ടാണ്. അപ്പൊ ഇന്ന വന്നപ്പോ മാറി, അന്ന വന്നപ്പോ മാറി, ലഅല്ല വന്നപ്പോ മാറി. അപ്പോ ഒരു ഹുക്കുമിൽ മാറുന്നത് കൊണ്ട് അവകൾക്ക് നമ്മൾ എന്താ പറഞ്ഞത്? അങ്ങനെ മാറ്റുണ്ടാക്കുന്ന വസ്തുക്കൾക്ക് പറയുന്ന ഒരു പേരാണ് നമ്മൾ നേരത്തെ പറഞ്ഞത് നാസിഖ് അല്ലെ? നാസിഖ്. ആ നാസിഖിൽ പെട്ടതാണ് ഏതു? അപ്പോ ഇന്ന അഖ്വാത്ത്, ഇന്ന അഖ്വാത്ത്. അപ്പൊ കാനാഹ്വാത്ത് ഫെയിലുകളാണ്, പക്ഷെ ഇന്നാഹ്വാത്ത് എന്തല്ല? ഫെയിലുകളല്ല, മറിച്ച് അവ ഹർഫുകളാണ്. ഇന്നാഹ്വാത്തില് ഫെയിലുകളാണ് ഉപയോഗിക്കുന്നത്, അല്ല കാനാഹ്വാത്തിൽ ഫെയിലുകളാണ് വന്നതെങ്കിൽ ഇവിടെ നാസിഹായിട്ട് വന്നിട്ടുള്ളത് ഹുറൂഫുകളാണ്. മനസ്സിലായോ? ഹർഫ് നാസിഹ് ആണ്. അപ്പൊ ഇന്ന എന്ന് പറയുന്നത് നമുക്ക് ഇങ്ങനെ പറയാം, ഹർഫ് നാസിഹ്. അന്ന ഹർഫ് നാസിഹ് എന്ന് പറയാം, ലഅല്ല ഹർഫ് നാസിഹ് എന്ന് പറയാം. അതിന് വേറെയും പേരുകൾ ഉണ്ടാവും കേട്ടോ. ലഅല്ലക്കൊക്കെ അതിന്റെ മീനിങ് അനുസരിച്ച് വേറെയും പേരുകൾ പറയും, നമുക്ക് പിന്നെ മനസ്സിലാക്കാം. ഓക്കെ. അപ്പൊ ഇവിടെ നാരിഫ് ജയ്ദൻ അനിൽ ജുമലിൽ വാരിദ ഖാരിജൽ ഖൗസൈൻ, നമ്മളിവിടെ ബ്രാക്കറ്റിന്റെ പുറത്തുള്ള പിന്നെ സെന്റൻസുകൾ നമ്മൾ മനസ്സിലാക്കി. വഹിയ ജുമലുൽ ഇസ്മിയ അല്ലെ? അസ്സിഹത്തു നിഅമത്തുൻ അൽ ഇൽമു നൂറുൻ അസ്നസ്റു ഖരീബ് എന്നുള്ളതൊക്കെ ജുമൽ ഇസ്മിയായ ജുംലകളാണ്. തതകവ്വനു മിനൽ മുബ്തദ വൽ ഖബർ, അവ മുബ്തദ കൊണ്ടും ഖബർ കൊണ്ടും രൂപപ്പെടുന്നതാണ്. അതായത് ഇസ്മിയ ജുംലയുടെ ഡെഫിനിഷനാണ്. ഇസ്മിയ ജുംല എന്ന് പറഞ്ഞാൽ മുബ്തദയും ഖബർ കൊണ്ട് രൂപപ്പെടുന്നവയാണ്. ഇത് ഓൾറെഡി ഞാൻ ആദ്യം കുറെ മലയാളത്തിൽ വിശദീകരിച്ചതുകൊണ്ടാണ് ഇപ്പൊ വായിക്കുന്നത് ഇങ്ങനെ ഡീപ്പായിട്ട് അർത്ഥം വെച്ച് പോകാതെ കേട്ടോ. അതിന്റെ മീനിങ് ഒക്കെ പറഞ്ഞ് അങ്ങനെ പോകുമ്പോൾ നിങ്ങൾക്കത് പിന്നെ അതിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വിഷയം കിട്ടാതായി പോകും. അതുകൊണ്ടാണ് ഞാൻ ഇതിന്റെ വിഷയം മാത്രം പറയുന്നത്. ഓക്കെ. ഹീനമ യദ്ഖുലു ബഅദൽ ഹുറൂഫ്, ചില ഹർഫുകൾ ഏതുപോലെ ഇന്ന, അന്ന, ലഅല്ല തുടങ്ങിയിട്ടുള്ള ചില ഫിഅലുകളൊക്കെ പ്രവേശിക്കുമ്പോൾ അലൈഹ എന്ന് പറഞ്ഞാൽ ഈ ജുംലകളിൽ യതഗയ്യറു തർക്കീബുഹ, അവയുടെ ഘടനയിൽ മാറ്റം വരും. തമാമൻ, പൂർണ്ണമായിട്ടും എന്ന് പറഞ്ഞാൽ കമാ തുഷാഹിദു ഫിൽ ജുമലിൽ വാരിദ ബൈനൽ ഖൗസൈൻ, നമ്മൾ കണ്ടു അത്. ആ ബ്രാക്കറ്റിലിട്ട സെന്റൻസുകളിലൊക്കെ ഇന്ന, അന്ന, ലഅല്ലൊക്കെ വന്നപ്പോൾ അതിന്റെ തർക്കീബിൽ, അതായത് അതിന്റെ സ്ട്രക്ചറിൽ മാറ്റം വന്നു. അതായത് തർക്കീബിൽ മാറ്റം വരിക എന്ന് പറഞ്ഞാൽ അതിന്റെ ഇറാബിൽ മാറ്റം വരിക എന്നാണ് ഇവിടെ ഉദ്ദേശിച്ചത്. അല്ലാതെ പിന്നെ മുബ്തദ ഖബർ മാറിയിട്ട് വേറെ എന്തെങ്കിലും ആവും, അങ്ങനെയൊന്നുമില്ല. ഓക്കെ. അപ്പോ ഇനി വീണ്ടും അതിന്റെ ഒരു ഡിസ്കഷൻ ഇതിൽ എങ്ങനെ കൊടുത്തു നോക്കാം. അല്ലാഹു ഗഫൂറുൻ, അല്ലാഹു ഗഫൂറുൻ നുലാഹിലുൽ ജുമലിൽ ആത്തിയ, ശേഷം തന്നിട്ടുള്ള ഉദാഹരണങ്ങൾ വീണ്ടും ഒന്നുകൂടി നോക്കാം. അല്ലാഹു ഗഫൂർ എന്നുള്ളതിനെ ഇന്നല്ലാഹ ഗഫൂറുൻ, ഇന്നല്ലാഹ ഗഫൂറുൻ. അൽ ജവ്വു ബാരിദുൻ, അന്തരീക്ഷം തണുപ്പാണ്, ക്ലൈമറ്റ് ഈസ് കോൾഡ് അതാണ്. ഇന്നൽ ജവ്വ ബാരിദുൻ, അവിടെ ഇന്ന വന്നു, ജവ്വ എന്നായി, ജവ്വു ജവ്വ. അല്ലാഹു അല്ലാഹ. അൽ ഹദീഖത്തു ജമീലത്തുൻ, പൂന്തോട്ടം ഭംഗിയുള്ളതാണ്, അവിടെ ഇന്നൽ ഹദീഖത ജമീലത്തുൻ. കേട്ടോ. ഇപ്പൊ ഇവിടെയൊക്കെ പറഞ്ഞ വിഷയം തന്നെ എന്താണ്? ഇന്ന വന്നപ്പോ അതിന്റെ മുബ്തദക്ക്
ഏറാബിയായ മാറ്റം സംഭവിച്ചു. ആ മുബ്തദക്ക് നമ്മൾ പറയുന്ന ഒരു പേര് ഇസ്മ എന്നാണ്. അഹ്വാത്ത് മിൻ അഹ്വാത്തിലൊക്കെ മുബ്തദയെ നമ്മൾ പറയുന്ന പേരെന്താണ്? അതിന്റെ ഇസ്മ. അപ്പൊ ഇവിടെ ഇന്നയുടെ ഇസ്മ ഏതാ? ഇന്നയുടെ ഇസ്മ അല്ലാഹ. അല്ലാഹ അല്ലെ? അപ്പൊ ഇന്നയുടെ ഇസ്മിന്റെ ഏറാബ് എന്താ? മൻസൂബ്. മൻസൂബ്. നസ്ബാണ്. നസ്ബാണ്. ഓക്കെ, നസ്ബ് എന്ന് പറയാം, അല്ലെങ്കിൽ മൻസൂബ് എന്ന് പറയാം. അതിന്റെ നസ്ബിന്റെ അടയാളം ഇവിടെ എന്താ കൊടുത്തിട്ടുള്ളത്? ഫത്ഹ്. ഫതഹാണ്. ഓക്കെ. അവിടുത്തെ ഖബർ ഇന്ന ഏതാ? അത് മർഫൂഅ. مرفوع മർഫൂർ എന്നാണ്. അതിന്റെ ഇറാബ് رفع മർഫൂആണ്. റഫിന്റെ അലാമത്ത് ദമ്മത്ത്. ലമ്മാണ്. അപ്പൊ ഇപ്പൊ നിങ്ങൾ പറഞ്ഞ ഈ പോയിന്റുകൾ മാത്രമാണ് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഓക്കെ, ഇതില് കുറച്ചുകൂടി വാക്കുകളുണ്ട്. ഇവിടെ നമ്മൾ ഉദാഹരണത്തിലാകെ ഇന്നയും ഇന്ന മാത്രമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളൂ. നമ്മൾ അതിന് തൊട്ട് മുമ്പ് ഇന്ന അന്നയും ലാക്കിൻ അല്ല സോറി അല്ലയും കൂടിയും പറഞ്ഞിട്ടുണ്ട്. വേറെയും കുറച്ചുകൂടി ഉണ്ട്, നമുക്ക് പറയാം, നോക്കാം. അപ്പൊ നജിദ് ഫിൽ അമൂദ് ലവൽ ജുമൽ ഇസ്മിയ, ഒന്നാമത്തെ ഈ കോളത്തിൽ നമ്മളിവിടെ ഇസ്മിയ ജുമലുകൾ കണ്ടു. വഫിൽ അമൂദ് ഇസ്താനി, രണ്ടാമത്തെ കോളത്തിൽ നമ്മളിവിടെ എന്താ കണ്ടത്? ഇസ്മിയായ ജുമലുകൾ തന്നെയാണ്, പക്ഷെ ഇവിടെ രണ്ട് കോളം എന്ന് പറയുന്നത് 1, 2. ഓക്കെ. നറ നഫ്സൽ ജുമലയിൽ മബ്ദൂഅത്തൻ, സെയിം സെന്റൻസുകൾ തന്നെ മബ്ദൂഅത്തൻ ബി ഇന്ന കൊണ്ടാണ് തുടങ്ങിയിട്ടുള്ളത്. മാഹി അൽ ഫുറൂഖ് അല്ലത്തി തുലാഹിലുഹാ ഫിൽ ജുമലിൽ അമൂദ് ഇസ്താനി. ഞങ്ങൾ രണ്ടാമത്തെ കോളത്തില് തന്നിട്ടുള്ള സെന്റൻസുകളിൽ എന്തൊക്കെ വ്യത്യാസമാണ് കണ്ടത്? എന്താ വ്യത്യാസം കണ്ടത്? അല്ലാഹു, അൽ ജവ്വു, അൽ ഹദീഖത്തു എന്നതിന്റെ ഇറാബുകൾ മാറി അല്ലാഹ, അൽ ജവ്വ, അൽ ഹദീഖത്ത് നസ്ബായി മാറി അല്ലെ? യബ്ഖൽ ഖബറു ഫി കുല്ലിൽ ജുമലി അലാ ഹാലിഹി മർഫൂഅൻ, ഖബർ എല്ലായിടത്തും റഫായിട്ട് തന്നെയാണ്. അതേ സമയത്ത് ഫി ഹൈനി അന്നൽ മുബ്തദ ഖദ് തഗയ്യറ ഇറാബുഹു ഇല നസ്ബ്, മുബ്തദയുടെ ഇറാബ് എല്ലാം നസ്ബായിട്ട് മാറിയിട്ടുണ്ട്. അതാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. അപ്പൊ ഇന്ന അഖ്വാതുഹ എന്ന് പറയുന്നത് ഹിയ സിത്തത്തു ഹുറൂഫിൻ, എത്രയാണ്? 6 ഹുറൂഫുകളാണ്. 6 ഹർഫുകളാണ്. ഹർഫുകളാണ്. നാസിഖത്തുൻ, നാസിഖായ 6. അപ്പൊ ഹർഫുകളാണ്. നമ്മൾ പറഞ്ഞു നാസിഖ് എന്ന് പറഞ്ഞാൽ ഇറാബുകളെ മാറ്റുന്ന 6 ഹർഫുകളാണ്. തദ്ഖുലു അലൽ ജുംലൽ ഇസ്മിയ, അത് ഏത് സെന്റൻസിലാണ് വരിക? ഇസ്മിയായ. അപ്പൊ ഫെയിലിയ ജുംലയിൽ വരില്ല എന്നർത്ഥം. ഫെയിലിയായ ഇപ്പൊ ഫൈലും ഫായിലൊക്കെ ആണെങ്കിൽ അവിടെ ഇന്ന ജലസ അങ്ങനെ പറയില്ല. അപ്പൊ ഇസ്മിയ ജുംലയിൽ മാത്രമാണ് വരിക. അപ്പൊ തൻസിബുൽ മുബ്തദ, അത് മുബ്തദക്ക് നസ്ബ് ചെയ്യും. വൈസമ്മ ഇസ്മഹ, ആ മുബ്തദക്ക് നമ്മൾ അവിടെ പറയുന്ന പേരാണ് എന്ത്? ഇതിന്റെ ഇസ്മ. ഏതിന്റെ ഇസ്മ? ഇസ്മു ഇന്ന, ഇസ്മു അന്ന, ഇസ്മു കഅന്ന, ഇസ്മു ലാകിന്ന. ഓക്കെ. വതർഫഉൽ ഖബറ, ഖബറിനെ റഫ് ചെയ്യും. വൈസമ്മ ഖബറഹ, അതിനെ ഖബർ എന്ന് പറയും. ഖബർ എന്നാണ് സാധാരണ ഉപയോഗിക്കുക. ഇനി തുറഫ് ഇന്ന വഅഖ്വാതു ബിൽ ഹുറൂഫിൻ നവാസിഖ്, ഈ ഇന്ന അഖ്വാത്തിന് പറയുന്ന പേരാണ് ഹുറൂഫുൻ നവാസിഖ്, നസ്ഖ് ചെയ്യുന്ന ഹർഫുകൾ എന്നർത്ഥം. ലഅന്നഹ തൻസഖ് ഹുക്മ മാ ബഅദഹ മിനൽ ഇറാബ്, കാരണം അവകള് ആ ഹുറൂഫുകൾക്ക് ശേഷമുള്ളവയുടെ ഇറാബിനെ നസ്ഖ് ചെയ്യുന്നു. നസ്ഖ് ചെയ്യുന്ന നേരത്തെ ഉണ്ടായിരുന്ന ഇറാബിനെ ദുർബലപ്പെടുത്തി പുതിയ ഇറാബ് നൽകുന്നു. അതുകൊണ്ടാണ് അതിനെ നവാസിഖ് എന്ന് പറയുന്നത്. ഇനി അതിന്റെ ഇതിൽ പഠിക്കാനുള്ള പോയിന്റ് എത്രയാണ്? തദ്ഖുലു ഇന്ന ഔ ഇഹ്ദ അഖ്വാതിഹ, ഇന്നയും അതിന്റെ ഏതെങ്കിലും ഒരു അഖ്വാത്ത്, അഖ്വാത്ത് എന്ന് പറഞ്ഞാൽ സിസ്റ്റേഴ്സ് എന്നുള്ള അർത്ഥത്തില് അതിലേതെങ്കിലും, അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അഖ്വാത്ത് എന്ന് പറയാം, എല്ലാം കൂടി ഒന്നിച്ച് പറയണ്ടല്ലോ എന്ന് വിചാരിച്ചു. അലൽ മുബ്തദ വൽ ഖബർ, മുബ്തദയുടെയും ഖബറിന്റെയും മേൽ പ്രവേശിക്കും. ഫതൻസിബുൽ മുബ്തദ, അപ്പോ അത് മുബ്തദക്ക് നസ്ബ് ചെയ്യും. വൈസമ്മ ഇസ്മഹ, ആ മുബ്തദയെ അപ്പോൾ ഇസ്മ എന്ന് പറയപ്പെടും, ഇസ്മ എന്ന് വിളിക്കപ്പെടും. വതർഫഉൽ ഖബറ, അതിന് ഖബർ റഫ് ചെയ്യും. വൈസമ്മ ഖബറഹ, ആ ഖബറിനെ ഖബർ എന്ന് തന്നെയാണ് വിളിക്കപ്പെടുന്നത്. ഒന്നുകൂടി പറയാം. തദ്ഖുലു ഇന്ന ഔ ഇഹ്ദ അഖ്വാതിഹ, ഇന്നയും അതിന്റെ ഏതെങ്കിലും ഒരു സഹോദരികളും, സഹോദരിയിൽപ്പെട്ട ഏതെങ്കിലും ഒന്ന്, സഹോദരികൾ എന്ന് പറയുമ്പോൾ ആ കൂട്ടത്തിൽപ്പെട്ട ഒരു ഹർഫ് എന്നാണ് ഉദ്ദേശം. അലൽ മുബ്തദ വൽ ഖബർ, മുബ്തദയിലും ഖബറിലും പ്രവേശിക്കും എന്ന് പറഞ്ഞാൽ ജുംല ഇസ്മിയയിൽ പ്രവേശിക്കുന്നത്. അപ്പൊ തൻസിബുൽ മുബ്തദ വൈസമ്മ ഇസ്മഹ, ഇസ്മ എന്ന പേരിൽ അറിയപ്പെടുന്ന അതിന്റെ മുബ്തദക്ക് നസ്ബ് ചെയ്യും. വ തർഫഉൽ ഖബറ, അതിന്റെ ഖബറിനെ റഫ് ചെയ്യും. ആ ഖബറിന് എന്തെന്ന് പറയും? അതിന്റെ ഖബർ തന്നെ. ഇസ്മു മാത്രമാണ് ശ്രദ്ധിക്കേണ്ടത്. ഇനി ഇതുവരെയും പറയാത്തൊരു പോയിന്റ് ഇതാണ്, എന്താണ്? ഏതൊക്കെയാണ് അഖ്വാത്തുകള്? അഖ്വാത്ത് എന്ന് ചാപ്റ്റർ തുടങ്ങിയപ്പോൾ പറയാണ്.
ഈ അഹ്വാത്ത് എന്ന് പറയുന്നത് ഇന്ന, അന്ന, കഅന്ന, ലാക്കിന്ന, ലൈത്ത, ലഅല്ല. അപ്പൊ ഈ 6 ഇസ്മുകൾ പഠിച്ചു, ഹർഫുകൾ പഠിച്ചൊക്കെ ഇന്ന, അന്ന, കഅന്ന, ലാക്കിന്ന, ലൈത്ത, ലഅല്ല. പറയാൻ എളുപ്പമാണ്. ഇന്ന, അന്ന, കഅന്ന, ലാക്കിന്ന, ലൈത്ത, ലഅല്ല. ഇനി നമുക്ക് ഈ 6 പിന്നെ മീനിങ് നമുക്ക് ഇതിന് ശേഷം പിന്നെ കുറച്ച് തംറീനുകൾ പറയുമ്പോൾ സെന്റൻസിന്റെ കൂടെ ഞാൻ പറഞ്ഞുതരാം, എപ്പോഴാണ് അത് കറക്റ്റ് ആവുക. നോക്കാം. അദ്ഖിൽ ഇന്ന അലാ കുല്ലി ജുംലത്തിൻ മിനൽ ജുമലിൽ ആതിയ മഅ അലാമത്തി ശക്ലി ആഖർ. ഇനി നമ്മൾ ആക്ടിവിറ്റീസിലേക്ക് പോവാം. അസ്വദീഖ് മുഖ്ലിസുൻ. അപ്പൊ അതെങ്ങനെ പറയാം? ഇന്ന സ്വദീഖ മുഖ്ലിസുൻ. ഉണ്ടോ? അപ്പൊ സ്വദീഖു എന്നത് മാറിയിട്ട് സ്വദീഖ എന്ന്. അതുപോലെ ബാക്കിയുള്ളതൊന്ന് ചെയ്ത് നോക്കാം. എങ്ങനെ? അർ-റഫീഖു വഫിയുൻ. കൂട്ടുകാരൻ വഫിയാണ്, കരാറ് പൂർത്തീകരിക്കുന്നവനാണ്. നമ്മളെങ്ങനെ പറയാം? അർ-റഫീഖു വഫിയുൻ. ഇന്ന റഫീഖ ഉണ്ടോ? നസ്ബിയ. ഇന്ന റഫീഖ വഫിയുൻ. ഓക്കെ. അസ്സയ്യാറത്തു സരീഅത്തുൻ. അന്ന ഇന്ന സയ്യാറത്ത സരീഅത്തുൻ. ഓക്കെ, സരീഅത്തുൻ. അൽ അഹ്റാമു ഖദീമത്തുൻ. ഓക്കെ. ഇന്നൽ അഹ്റാമ. ഈ ഇന്നയുടെ അർത്ഥം വരിക തീർച്ചയായും എന്നുള്ള അർത്ഥം. ഇന്നൽ അഹ്റാമ, തീർച്ചയായിട്ടും. അഹ്റാം എന്ന് പറഞ്ഞാൽ പിരമിഡ്. പിരമിഡുകൾ ഖദീമത്തുൻ, പഴയതാണ്. ഓക്കെ. അൽ ജയ്ഷ മുന്തസിറുൻ. സൈന്യം വിജയിക്കുന്നത്. അപ്പോ ഇന്നൽ ജയ്ഷ മുന്തസിറുൻ. അപ്പൊ അതുപോലെ ബാക്കിയുള്ള നിങ്ങൾ ചെയ്യണം കേട്ടോ. ഞാൻ എല്ലാവരും ചെയ്യുമ്പോൾ ഒക്കെ ഒരേപോലെ തന്നെയാണല്ലോ. ഷാരി വാസിയുൻ. റോഡ് വീതിയുള്ളതാണ്. അന്നുജൂമു ലാമിഅത്തുൻ. നക്ഷത്രങ്ങൾ തിളങ്ങുന്നതാണ്. അൽ ആലിമു മുഹ്തറമുൻ. മമാന അൽ ആലിമു മുഹ്തറമുൻ. പണ്ഡിതൻ പണ്ഡിതൻ ബഹുമാനിക്കപ്പെടുന്നവനാണ് എന്നർത്ഥം. റെസ്പെക്ട് ചെയ്യപ്പെടുന്നവനാണ് മുഹ്തറം. അപ്പൊ ഇന്നൽ ആലിമ മുഹ്തറമുൻ. ഓക്കെ. ഇനി അക്മിൽ അൽ ഫറാഗ ബിസ്മി മുനാസിബിൻ മഅൽ ലബ്തി ബിൽ അഷ്കാലിൽ മുനാസിബ. ഇനി അനുയോജ്യമായ ഇസ്മ ചേർത്ത് എഴുതാനാണ്. ഇന്നുണ്ട്, ഡാഷ് കൊടുത്തിട്ടുണ്ട്, പിന്നെ ഹാലിറുൻ എന്നുണ്ട്. അപ്പൊ നമ്മൾ അവിടെ എങ്ങനെ ഫില്ല് ചെയ്യാം? ഹാലർ എന്ന് പറഞ്ഞാൽ പ്രസന്റ് ആണെന്ന് അർത്ഥം. നമുക്ക് എന്ത് പറയാം? വിദ്യാർത്ഥി പ്രസന്റ് ആണെന്ന് പറയാം. എങ്ങനെ പറയാം? ഹാലിറുൻ. ഇതാണ് ശ്രദ്ധിക്കേണ്ടത്. അതിന്റെ ഇറാബ് ത്വാലിബ എന്ന് നസ്ബാക്കി തന്നെ പറയണം. ഹാലിറുൻ എന്നുള്ളിടത്ത് റഫാക്കി തന്നെ പറയണം. ഓക്കെ. അപ്പോ അവിടെ തീർച്ചയായിട്ടും വിദ്യാർത്ഥി ഹാലറാണ്. നെക്സ്റ്റ്, യസുറുനി അന്ന ഡാഷ് മുസ്മിറത്തുൻ. യസുറുനി എന്നെ സന്തോഷിപ്പിക്കുന്നു. അന്ന ഡാഷ് മുസ്മിറത്തുൻ, പഴമുള്ളതാണ് എന്ന്. മുസ്മിറത്ത് എന്ന് പറഞ്ഞാൽ കായ്ക്കനികള് വിളഞ്ഞതാണ്. എവിടെയാണ് പറയണ്ട? അന്ന ഷജറത്ത മുസ്മിറത്തുൻ. ഓക്കെ. അപ്പൊ അന്ന എന്ന് പറയുമ്പോൾ അർത്ഥം എന്താ പറയാ? തീർച്ചയായിട്ടും നല്ല അർത്ഥം തന്നെ കേട്ടോ. മരം മുസ്മിറത്താണ്, തീർച്ചയായും. അത് രണ്ടും സ്ട്രെസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. അവിടെ നമ്മളിനി കുറച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇന്ന എവിടെ ഉപയോഗിക്കേണ്ടത്, അന്ന എവിടെ ഉപയോഗിക്കേണ്ടതെന്നൊക്കെ നമ്മൾ വേറെ പ്രത്യേകം പഠിക്കും. രണ്ടും ഒരേ അർത്ഥത്തിലാണ്, അത് ഉപയോഗിക്കേണ്ട ചില പ്രത്യേക സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ഇനി അടുത്തത് കഅന്നൽ ഉസ്താദ ഡാഷ് ലിതലാമീദിഹി. കഅന്ന എന്ന് പറഞ്ഞാൽ പോലെ എന്നാണ് അർത്ഥം. വേറൊരു ഉദാഹരണം നമുക്ക്. അന്ന ഇതുപോലെ എങ്ങനെ? കഅന്ന റജുല അസദുൻ. ആ പുരുഷൻ സിംഹത്തെ പോലെയാണ് എന്നർത്ഥം. അപ്പൊ പോലെ എന്നുള്ളൊരു അർത്ഥമാണ് വരിക കഅന്ന. അപ്പൊ ഇവിടെ കഅന്നൽ ഉസ്താദ ഡാഷ് ലിതലാമീദിഹി. ആ അധ്യാപകന്റെ വിദ്യാർത്ഥികൾക്ക് കഅന്ന പോലെയാണ്. എന്തുപോലെയാണ്? എന്തുപോലെയെന്ന് പറയാ? അധ്യാപകൻ വിദ്യാർത്ഥികൾ കൂട്ടുകാരനെ പോലെയാണെന്ന് പറയാം അല്ലെ? കഅന്നൽ ഉസ്താദ ഉസ്താദ എന്ന് പറയാം. സ്വദീഖുൻ ലിതലാമീദിഹി. വിദ്യാർത്ഥികൾക്ക് സുഹൃത്തിനെ പോലെയാണ്. ഓക്കെ.
അതുപോലെ തന്നെ ലഅല്ല നേരത്തെ പറഞ്ഞു ഒരു പ്രതീക്ഷ ആയേക്കാം അവൻ പിന്നെ മാഹിർ നേരത്തെ നിപുണനാണ്, നിപുണനായേക്കാം. ആര്? ഒരാളെ പറയാം, ഒരു വ്യക്തിനോ അല്ലെങ്കിൽ ഒരാളെ അവിടെ സൂചിപ്പിച്ചാൽ മതി. അപ്പൊ ലഅല്ലയുടെ മീനിങ് എന്താ പറഞ്ഞേ? അയക്കാം. അയേക്കാം. പ്രതീക്ഷയുള്ള കാര്യം ആയേക്കാം. ഓക്കെ. അപ്പോ ലഅല്ല പറയൂ, ഒരാളെ പറയൂ, പേരായിട്ട് പറയാം. ലഅല്ല ലഅല്ല പേര് പറഞ്ഞു. മുഹമ്മദൻ മുഹമ്മദൻ മാഹിറുൻ. മുഹമ്മദ് മാഹിർ ആയേക്കാം. ലഅല്ല അലിയൻ മാഹിറുൻ, ലഅല്ല ഫാത്തിമത്ത മാഹിറത്തുൻ, അങ്ങനെ പറയാം. ഓക്കെ. അടുത്തത് ഇന്ന. വീണ്ടും ഇന്ന. റസീലത്ത് എന്നാണ്. റസീല എന്ന് പറഞ്ഞാൽ മോശമാണ്. മാഹിർ പറഞ്ഞ എന്താർത്ഥം സാറ്? മാഹിർ മാഹിർ എന്ന് പറഞ്ഞാല് പിന്നെ നിപുണനാണ്, സ്മാർട്ട് ആണെന്ന് അർത്ഥം, നല്ല ആ വിദഗ്ധനാണ്. നെക്സ്റ്റ് ഇന്ന ഡാഷ് റദീലത്തുൻ. അത് ഡാഷ് വളരെ മോശമാണ്. ഇന്ന എന്താണ് മോശമായിട്ടുള്ള ഒരു കാര്യം പറയും. ഇന്നൽ കദിബ ഇന്നൽ കദിബ. റസീലത്ത്. ഇവിടെ കദിബ് പറയാൻ പറ്റില്ല, കാരണം എന്താണ്? റദീലത്ത് എന്നുള്ള മുഅന്നസ് ആയിട്ടാ പറയാം. അപ്പൊ ഒരു മുഅന്നസ് ആയ ഒരു ഇസ്മ എന്ന് പറഞ്ഞോ. മോശമായ ഒരു പ്രവൃത്തി മുഅന്നസ് ആയിട്ട്. ഇന്നമീമത്ത. ഓക്കെ. അന്നമീമത്ത. ഇന്നമീമത്ത. നമീമത്ത റദീലത്തുൻ. മോശമാണ് അല്ലെ? റദീലത്താണ്. റദീലത്തുൻ. ഇനി അടുത്തത് ലൈസ ഡാഷ് ആയിദുൻ. ആയിദ് എന്ന് പറഞ്ഞാൽ തിരിച്ചു വന്നവൻ, തിരിച്ചു വന്നവൻ എന്നൊക്കെ പറയാം. ലൈസ. പക്ഷെ ഇവിടെ എന്തിനാ ലൈസ വന്ന? ഇതാണ് പറഞ്ഞ. ഇത് അവിടെ ലൈറ്റ് ഉപയോഗിച്ചതായിരിക്കും. നമുക്ക് അവിടെ ലൈറ്റ് ആക്കി കൊടുക്കാം. അന്ന ലൈത്ത. അല്ല ലൈറ്റ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ തന്നെ ആയിരുന്നെങ്കിൽ നന്നായിരുന്നു, അങ്ങനെ ആയിരുന്നെങ്കിൽ. അവിടെ നമ്മളൊരു പ്രതീക്ഷ, ഒരു എക്സ്പെക്ടേഷൻ പറയണം. ഇങ്ങനെ ആയിരുന്നെങ്കിൽ, ഇപ്പൊ ഉദാഹരണത്തിന് എന്താ പറയാ, ലൈത്ത ഷബാബ യഊദു യൗമൻ. യുവത്വം എന്തെങ്കിലും ഒന്ന് തിരിച്ചു വന്നിരുന്നെങ്കിൽ, കുട്ടിക്കാലം ഒന്ന് തിരിച്ചു വന്നിരുന്നെങ്കിൽ എന്നൊക്കെ നമ്മൾ പറയാലോ. അത് നടക്കാത്ത അല്ലെങ്കിൽ ഒരു സാധ്യത, വളരെ വിദൂര സാധ്യതകൾക്കുള്ള അങ്ങനെ ഒരു ഘട്ടത്തിലാണ് എന്ത് ഉപയോഗിക്കാം? ലൈത്ത പറയാം. സ്വപ്നമൊക്കെ പറയുന്ന പോലെ ഒരു മോഹം, മറ്റേതൊരു പ്രതീക്ഷ. മോഹം എന്ന് പറയുമ്പോൾ നടക്കാൻ സാധ്യത വളരെ കുറവാണ്. അങ്ങനെ ഇന്ന. അപ്പൊ ലൈത്ത ഷബാബ. ഓക്കെ. ഷബാബ ആയിദുൻ. അവിടെ മാറ്റണ്ട. ആയിദുൻ. ലൈത്ത ഷബാബ ആയിദുൻ. ഓക്കെ. നെക്സ്റ്റ് കഅന്നൽ ബിസാത്ത്. കഅന്നൽ ബിസാത്ത്. ബിസാത്ത് എന്ന് പറഞ്ഞാല് വിരിപ്പ് എന്നൊക്കെ പറയാം. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞു, കാരണം പോലെ നേരത്തെ. കഅന്നൽ ബിസാത്ത് എന്ത് പോലെയാണ് വിരിപ്പ്? വിരിപ്പിന്റെ ഭംഗി കണ്ടപ്പോ എന്തോ ഒരു പൂന്തോട്ടം പോലെയാണെന്നൊക്കെ വേണമെങ്കിൽ പറയാം അല്ലെ? കഅന്നൽ ബിസാത്ത്. അപ്പൊ എങ്ങനെ പറയാം? ഹദീഖത്തുൻ. നിങ്ങളെ ഭാവനയിൽ വേറെ പറയട്ടോ. ഹദീഖത്തുൻ. ഓക്കെ. നെക്സ്റ്റ് അഅജബനി അന്ന സുദീ. അഅജബനി എന്നെ അത്ഭുതപ്പെടുത്തി അല്ലെങ്കിൽ എന്നെ സന്തോഷിപ്പിച്ചു എന്നുള്ള അർത്ഥത്തിൽ. അഅജബനി. അഅജബ എന്നുള്ള അർത്ഥം ലൈക്ക് ചെയ്യാൻ, പിന്നെ എന്താ പറയാ, അത്ഭുതപ്പെടുത്തി എന്നുള്ളതിന് അജബ് ഉപയോഗിക്കാറുണ്ട്. പല സമയങ്ങളിലും സന്തോഷപ്പെടുത്തി എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കാമല്ലോ. അഅജബനി എന്നെ സന്തോഷപ്പെടുത്തി. നിന്റെ സുഹൃത്ത്. അന്ന സ്വദീ എങ്ങനെ പറയാം? അന്ന സ്വദീ. അന്ന സ്വദീ. സ്വദീഖു എന്നാണോ സ്വദീഖാണോ? അന്ന സ്വദീഖ. ഓക്കെ. അന്ന സ്വദീഖക. നിന്റെ കൂട്ടുകാരൻ. സ്വദീഖ. അവിടെയാണ് ഇറാബ് കൊടുക്കേണ്ടത്. പിന്നെയുള്ള കാഫ് എന്താണ്? അത് വേറെ ഉണ്ടോ? അത് വേറെ വാക്കാണ്. അന്ന സ്വദീഖ. പിന്നെ എന്താണ് നിന്റെ കൂട്ടുകാരൻ എന്താണെന്നാണ് എന്നെ സന്തോഷപ്പെടുത്തിയത്? മുജ്തഹിദ്. ഓക്കെ. മുജ്തഹിദുൻ.
പിന്നെ അപ്പൊ അത് കറക്റ്റ്. നെക്സ്റ്റ് ലഅല്ല നതീജ, ലഅല്ല നതീജത്ത അയക്കാം. നതീജത റിസൾട്ട്, റിസൾട്ട് വിജയിച്ചതായേക്കാം. റിസൾട്ട് എന്തായേക്കാം? അതായേക്കാം. ഏഹ് അറബി ഫതീഹ. കരീബ് കരീബുൻ. അരീബ്. ഉയർന്നത്. ഉയർന്നതെന്നുള്ളത് ഉയർന്നതിന് എന്താ പറയാ? റഫഅ. റാഫിഅൻ. അലിയത്തുൻ, അലി എന്ന് പറയാം, മുർത്തഫ കരീബുൻ. എന്ന് പറയാം. അടുത്തതാണ് പറയുന്നത് കരീബ് എന്ന് പറയാം. റിസൾട്ട് നല്ലതായേക്കാം, അങ്ങനെ പറയാം. നല്ലതിന് എന്താ പറയാ? ത്വയ്യിബ്. ഹസനത്തുൻ അല്ലേ? അല്ല നതീജത ഹസനത്തുൻ. ഓക്കെ. ഇന്ന സിയാദത്ത, മുർത്തഫിയുൻ. സിയാദ എന്ന് പറഞ്ഞാല് സിയാദ്, സയ്യിദ്, വേട്ടയാടൽ, സയ്യിദ്. എന്താ അർത്ഥം? അല്ല എങ്ങനെ പറയാം? ഒരു ഇത് പറയാം. ഇന്ന സിയാദ എന്ന് പറഞ്ഞാല് വേട്ടയാടല്. പലതും പറയാലോ. വേട്ടയാടല് പിന്നെ എന്താ പറയാ, അതൊരു എന്റർടൈൻമെന്റ് ആണ്. നുസ്ഹത്തുനോട്, നുസ്ഹത്തുൻ എന്റർടൈൻമെന്റ് എന്നല്ലാണ് നുസ്ഹത്ത്. ഓക്കെ. ഇതൊക്കെ ഇപ്പൊ നമ്മൾ ഇവിടുന്ന് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ശരിക്കും ഇത് ചെയ്യേണ്ടത് നിങ്ങൾ തന്നെ സ്വന്തമായിട്ട് ചെയ്യാം. പിന്നെ ലൈത്ത വീണ്ടും പറയുന്നത് ലൈത്ത ഹാദിഉൻ, ലൈത്ത ആയിരുന്നെങ്കിൽ നന്നായിരുന്നു. എന്ത്? ഹാദി ആയിരുന്നെങ്കിൽ നന്നായിരുന്നു. ഹാദി എന്ന് പറയാം കാം ആൻഡ് ക്വയറ്റ്, ശാന്തം, ശാന്തമായത്. ലൈത്തൽ നെഹ്റു ലൈത്തൽ ലൈത്തൽ ബഹറു ലൈത്തൽ ബഹ്റു എന്ന് പറയേണ്ടത് അവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. ബഹറ ബഹ്റ ലൈത്തൽ ബഹറ ഹാദിവൻ, കടല് ശാന്തമായിരുന്നെങ്കിൽ നന്നായിരുന്നു. ഓക്കെ. ഇനി ഇവിടെ ആദ്യമായിട്ടാണ് ഇപ്പോ ഇതിലെ പുതിയ ലാക്കിന് വരുന്നത്. സഖത്തത്ത് ത്വാഇറത്തു, വിമാനം വീണു. ലക്കിന്ന, പക്ഷേ. ലാക്കിൻ എന്ന് പറഞ്ഞാല് പക്ഷേ എന്നുള്ള അർത്ഥത്തിൽ. ലക്കിന്ന പക്ഷേ ഡാഷ് സലീമുൻ, രക്ഷപ്പെട്ടവരാണ്. യാത്രക്കാർ. മുസാഫിർ ലാക്കിന്നൽ മുസാഫിറ. ഇവിടെ മുസാഫിർ സലീം എന്നുള്ളത് മുഫ്രദായിട്ട് ഉപയോഗിച്ചത്. അപ്പൊ നമുക്ക് എന്ത് പറഞ്ഞ ലാക്കിന്നൽ, ഒരാളെ പറഞ്ഞ ലാക്കിന്നൽ മുസാഫിറ സലീമുൻ. മുസാഫിർ എന്ന് പറയാം, അല്ലെങ്കിൽ ലാക്കിന്ന റുക്കാബ് റാക്കിബ് എന്നും പറയാം. റാക്കിബ് എന്ന് പറയാം, അല്ലെങ്കിൽ മുസാഫിർ എന്ന് സ്ക്രീനിൽ പറയാം. കാണുന്നില്ല. കാണുന്നില്ലേ? ഉണ്ടല്ലോ. പിന്നെ ഇനി ഇന്ന അഹ്വാത്തിന്റെ നിങ്ങൾക്ക് ഈ പുസ്തകം കിട്ടിയിട്ടുണ്ടാവില്ല അല്ലെ? പുസ്തകം എടുത്ത് നിങ്ങൾക്ക് എൽഡെസ്ക് കിട്ടിയിട്ടില്ല. എൽഡെസ്ക് എന്ന് പറഞ്ഞിട്ടുള്ള ആപ്പ്, അത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ അതില് പിന്നെ നിങ്ങൾക്ക് ഇതിന്റെ ഇതേപോലെ ബുക്ക് കിട്ടും. അതിന്റെ PDF എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫ്ലിപ്പായിട്ട് മൊബൈലില് അങ്ങനെ വേണമെങ്കിൽ നോക്കിയെടുക്കാം. എൽഡെസ്കിൽ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ എൻറോൾമെന്റ് നമ്പറും വെച്ചിട്ട് ഒരു അക്കൗണ്ട് ക്രിയേറ്റ്, പാസ്വേഡ് ഉണ്ടാക്കുക, എന്നിട്ട് ലോഗിൻ ചെയ്യും. ഓക്കെ. പിന്നെ ഇന്ന അഖ്വാത്തുഹ വ മഅനിഹ മഅൽ അംസില. ഇനി ഇന്ന അഖ്വാത്ത് ഇപ്പൊ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, അതിന്റെ മീനിങ് ഒക്കെ അതൊന്നുകൂടി ഇവിടെ പറയണേ. ഇന്ന എന്താണ് അർത്ഥം വരിക? തുഫീദ് തൗക്കീദ്. തൗക്കീദ് എന്ന് പറയുന്നത് ശക്തിപ്പെടുത്തുക, സ്ട്രെസ് ചെയ്യുക, ഒരു കാര്യം ഊന്നി പറയാൻ വേണ്ടിയിട്ടാണ് പറയുക. ഇന്ന സിദ്ഖ ഖുലുഖുൻ അലീം, തീർച്ചയായിട്ടും സത്യസന്ധത നല്ല ഒരു സ്വഭാവമാണ്. അന്ന എന്നതുപോലെ തന്നെ ഐലൻ തുഫീദ് തൗക്കീദ്, അതും ശക്തിപ്പെടുത്തുക. തൗക്കീദ് എന്ന് പറയുന്നത് സ്ട്രെസ് ചെയ്യുക. അലിംതു അന്നക മുസാഫിർ ഇലാ ദുബൈ, ഇനി തീർച്ചയായിട്ടും ദുബൈയിലേക്ക് യാത്ര പോവുകയാണെന്ന് ഞാൻ മനസ്സിലാക്കി. ഇനി അതുപോലെ ബാക്കി കഅന്ന,
കഅന്ന എന്താ അർത്ഥം? കഅന്ന തുഫീദു തഷ്ബീഹ ഇസ്മിഹ ബിഖബരിഹ. തഷ്ബീഹാണ്. തഷ്ബീഹ് എന്ന് പറഞ്ഞാൽ ഉപമ, ഒരു കാര്യത്തെ ഉപമിക്കുക, അതിന്റെ ഇസ്മിനെ ഖബറുമായിട്ട് ഉപമിക്കുക. ഉദാഹരണം കഅന്ന റാഷിദൻ നമീറുൻ, റാഷിദ് ഒരു പുലിയെ പോലെയാണ്, അവൻ പുലിയാണ് കേട്ടോ എന്ന് പറയില്ലേ. അപ്പൊ നമുക്ക് അവിടെ എന്ത് ഉപയോഗിക്കാം? കഅന്ന ഉപയോഗിക്കാം. കാന്നുള്ള വാക്കിന്റെ അർത്ഥം തന്നെ പോലെ എന്നാണ്. കഅന്ന എന്ന് പറയുമ്പോൾ അതൊന്നും കൂടി ശക്തിയിൽ അത് ആ സാദൃശ്യത്തെ എന്താ പറയാ, ഊട്ടി ഉറപ്പിക്കുക അല്ലെങ്കിൽ ശക്തമായിട്ട് പറയാം. കഅന്ന റജുല അസദുൻ, മനുഷ്യൻ സിംഹത്തെ പോലെയാണ് എന്ന് പറയാ, ധീരനാണ് എന്നുള്ള അർത്ഥത്തിൽ പറയൂല. അതിനാണ് ഉപമ എന്ന് പറയാ, തഷ്ബീഹ്. കഅന്ന. ലാക്കിൻ എന്താ അർത്ഥത്തിൽ ഉപയോഗിക്കുക? തുഫീദുൽ ഇസ്തിദ്റാഖ്. ഇസ്തിദ്റാഖ് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ ഒരു കാര്യത്തിൽ നിന്ന് പുതിയൊരു കാര്യം എടുത്തു പറയുമ്പോഴാണ് ഇസ്തിദ്റാഖ് എന്ന് പറയാം. അതായത് നമ്മൾ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞിട്ട് പക്ഷേ ആ കാര്യം ഇങ്ങനെയാണെങ്കിലും ഇനി പറയാൻ പോകുന്ന കാര്യം മറ്റൊരു രൂപത്തിലാണ് എന്നുള്ള അർത്ഥം. അലാ ഉൽ ഉസ്രതി കസീറത്തുൻ, ഫാമിലിയിലെ മെമ്പേഴ്സ് കുറേ ഉണ്ട്, അതൊരു കാര്യം പറഞ്ഞു, ആ കാര്യത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞ് വേറെ ഒരു അതിനെ ഡിനെ ചെയ്തിട്ടോ അല്ലെങ്കിൽ അതിന്റെ വിഷയത്തിൽ നിന്ന് വ്യത്യസ്തമായ ഒരു വിഷയം പറയാണ്. ലാക്കിന്നൽ ബൈത്ത വയ്യക്കും, പക്ഷെ വീട് വളരെ കുടുസായതാണ്, ഇടുങ്ങിയതാണ്, വീട്ടില് അത്രയും ആളുകൾ ഉൾക്കൊള്ളാൻ പറ്റില്ല എന്നർത്ഥം. ലൈത്ത എന്ന് പറയുന്നത് തുഫീദ് തമന്നി തലബൽ മുസ്തഹീൽ. തമന്നി എന്ന് പറഞ്ഞാൽ ഒരു മോഹം, ഒരു എന്താ പറയാ, ഇങ്ങനെ ആയിരുന്നെങ്കിൽ നന്നായിരുന്നു, ഒരു മുസ്തഹീലായ ഇമ്പോസിബിൾ ആയ ഒരു കാര്യത്തെ ആഗ്രഹിക്കുന്നത് പോലെ. അതാണ് നമ്മൾ പറഞ്ഞത്. യുവത്വം തിരിച്ചു വരിക എന്നുള്ള ഒരിക്കലും സംഭവിക്കൂല, കുട്ടിക്കാലം തിരിച്ചു വരിക അങ്ങനെയൊന്നും ഉണ്ടാവില്ല. അത് അങ്ങനെയുള്ള കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ലൈത്ത ഉപയോഗിക്കുക. ലൈത്തൽ അമാനത്ത തഅമ്മുൽ ബുൽദാൻ, അമാനത്ത് വിശ്വസ്തത രാജ്യത്ത് എല്ലായിടത്തും ഉണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. എല്ലാവരും അമീനായിട്ട് എല്ലാവരും നല്ലവരാകുക എന്ന് പറയാൻ നടക്കൂലല്ലോ, കുറെ കള്ളന്മാരുണ്ടാവും. ലഅല്ല എന്ന് പറയുന്നത് ഒരു തറജ്ഞിയാണ്. തറജ്ഞി എന്ന് പറഞ്ഞാൽ ഒരു പ്രതീക്ഷയാണ്, ഉണ്ടാവാൻ സാധ്യത ഉണ്ട്, പോസിബിലിറ്റി ഉള്ള കാര്യത്തിനാണെന്ന് പറയാം നമ്മൾ ലഅല്ല ഉപയോഗിക്കാം. റഗ്ബ, ഒരു ആഗ്രഹം പറയാണ്. ലഅല്ല അൽ ഫതഹ ഖരീബൻ, വിജയം അടുത്തായേക്കാം, ഉടനെ ഒരു വിജയം ഉണ്ടായേക്കാം. എന്താ പറയാ, ഉടനെ നമുക്ക് രോഗശാന്തി ഉണ്ടായേക്കാം, രോഗശമനം ഉണ്ടായേക്കാം എന്നൊക്കെ പറയുമ്പോൾ അത് ഉണ്ടാവാൻ സാധ്യത ഉള്ളതാണ്. ഓക്കെ, അപ്പൊ റൈന മിനൽ അംസലത്തി സാബിഖ മആനി ഇന്ന വഅഖ്വാതിഹ. ഇന്ന അഖ്വാത്തിന്റെ അർത്ഥം നമ്മൾ കഴിഞ്ഞ ഈ ഒരു കോളത്തിലൂടെ നമ്മൾ മനസ്സിലാക്കി. വകൈഫ യുഗയ്യിറുൽ ഇഅ്റാബു, എങ്ങനെയാണ് അവ ഇഅ്റാബ് ചേഞ്ച് ആവുന്നത്, മാറ്റം വരുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കി. ഹീനമാ തദ്ഖുലു ഹാദിഹിൽ ഹുറൂഫ് അലൽ ജുമലിൽ ഇസ്മിയ, ഇസ്മിയ ജുംലകളിൽ പറഞ്ഞ ഹർഫുകൾ ഇന്ന, അന്ന, കഅന്ന, ലാകിന്ന, ലൈത, ലഅല്ല, ഈ വാക്കുകൾ വരുമ്പോൾ എങ്ങനെയാണ് മാറ്റം വരുന്നത്? ഇസ്മിന് നസ്ബും ഖബറിന് റഫും. വൽ അംറുൽ മൽഹൂലു ഹുന, ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട, നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം, നറ അക്സ മാ തഅല്ലംനാഹു ഫി ദർസി കാന വഅഖ്വാതിഹ മിനൽ ഇഅ്റാബ്. കാന അഖ്വാത്തിന്റെ ഇഅ്റാബിൽ നിന്നും അതിൽ പഠിച്ചതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. കാന അഖ്വാത്തിലെ ഇഅ്റാബ് എങ്ങനെയാ? അതിന്റെ ഇസ്മിന് റഫും ഖബറിന് നസ്ബും ആണെങ്കിൽ ഇവിടെ നേരെ തിരിച്ച് ഇസ്മിന് നസ്ബും ഖബറിന് റഫുമാണ് കൊടുക്കേണ്ടത്. അതാണ് ശ്രദ്ധിക്കേണ്ടത്. കാന അഖ്വാത്ത് തർഫു ഇസ്മഹ വ തൻസിബു ഖബറഹ, ഇസ്മിനെ റഫ് ചെയ്യുന്നു, ഖബറിനെ റഫ് ചെയ്യുന്നു. ഇന്ന അഖ്വാത്ത് തൻസിബു ഇസ്മഹ, ഇസ്മിനെ നസ്ബ് ചെയ്യുന്നു, വ തർഫു ഖബറ, ഖബറിനെ റഫ് ചെയ്യുന്നു. ഇതാണ് ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഇനിയും ഒന്ന് രണ്ട് തംറീനുകളുണ്ട്, നമുക്ക് ആ തംറീനുകൾ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. ഇവിടെ എന്താ ചെയ്യേണ്ടതെന്നറിയോ? ലഅഫിൽ മക്കാനിൽ ഖാലി മിൻ കുല്ലി ജുംലത്തിൻ ബിൽ മുനാസിബിൻ ഇന്ന വഅഖ്വാതിഹ, ഇന്ന അഖ്വാത്തിൽപ്പെട്ട അനുയോജ്യമായ വാക്കുകൾ ഇവിടെ ഫിറ്റ് ചെയ്ത് കൊടുക്കാനാണ്. കാരണം അൽ മുഅല്ലിമു നശീത്തുൻ ഡാഷ് അത്തലാമീദ് അഗ്ബിയാവൻ, അധ്യാപകൻ നല്ല സ്മാർട്ടാണ് പക്ഷെ വിദ്യാർത്ഥികൾ പൊട്ടന്മാരാണ് എന്നാണ്. അപ്പൊ അവിടെ നമ്മൾ എന്താ ഉപയോഗിക്കുകയാണ്? ലാക്കിന്ന. യസുറുനി, എന്നെ സന്തോഷിപ്പിക്കുന്നു, ഡാഷ് അൽ ആക്കിബത്ത് ഹമീദത്തുൻ, അനന്തരഫലം നല്ലതായിരിക്കും എന്നത് എന്നെ സന്തോഷിപ്പിക്കുന്നു. ഇവിടെ യസുറിനെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ സാധാരണ എന്താ ഉപയോഗിക്കല്? അങ്ങനെയാണെന്ന്, തീർച്ചയായിട്ടും ആക്കിബത്ത് നല്ലതാണ്. അപ്പൊ എന്താ അർത്ഥം വരിക? അന്ന അല്ലെ? യസുറിനി അങ്ങനെ ഒരു ഫെയിലിന് ശേഷം അങ്ങനെ ഉപയോഗിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അന്നയാണ് ഉപയോഗിക്കാറ്. തുടക്കത്തിൽ സ്റ്റാർട്ടിംഗ് പോയിന്റിലാണെങ്കിൽ ഇന്നയാണ് ഉപയോഗിക്കുക, സ്റ്റാർട്ടിങ്ങിൽ അന്ന ഉപയോഗിക്കാറില്ല. ഒരു സെന്റൻസ് തുടങ്ങുമ്പോഴാണെങ്കിൽ അവിടെ എപ്പോഴും എന്താ ഉപയോഗിക്കുക? ഇന്നയാണ് ഉപയോഗിക്കുക. അപ്പൊ അതുപോലെ നിങ്ങൾ അല്ലഷ്ജാറു മിലല്ലത്തുൻ, മരങ്ങൾ തണലാണ്. അസ്സാദിഖു മഹ്ബൂബൻ, കൂട്ടുകാരൻ പ്രിയപ്പെട്ടവനാണ്. അസ്സുറൂറു ഖാദിമുൻ, സന്തോഷം വരുന്നുണ്ട്. അസ്വദയക്കു ഷക്കയ്ക്കുൻ, കൂട്ടുകാരൻ ഷക്കയ്ക്കാണ്. ഷക്കയ്ക്ക് എന്ന് പറഞ്ഞാല് ചങ്കാണെന്നൊക്കെ പറയില്ല, നമ്മുടെ കൂടപ്പിറപ്പാണ്, അതാണ് ഷക്കയ്ക്കിന്റെ അർത്ഥം കേട്ടോ.
അൽ ഫാക്കിഹത്തു നാളിജത്തുൻ, പഴം എന്താണ്, പാകമായതാണ്. നാളിജ എന്ന് പറഞ്ഞാൽ പാകമായതാണ്. സദീഖൊക്കെ ഹാജറുൻ, എന്റെ കൂട്ടുകാരൻ വരുന്നു. ഹാജർ പ്രസന്റ് ആണ്. അലിംതു ഡാഷ് അൽ ഇംതിഹാൻ ഖരീബുൻ, പരീക്ഷ അടുത്താണെന്ന് ഞാൻ മനസ്സിലാക്കി. അൽ മുസാഫിർ വാജിഉൻ. ഇവിടെയൊക്കെ ഈ ഇന്ന അഹ്വാത്തിൽപ്പെട്ട ഈ ഓരോ സെന്റൻസിനും അനുയോജ്യമായതിന്റെ അർത്ഥം ശ്രദ്ധിച്ചുകൊണ്ട് വേണ്ട വാക്കുകളൊന്ന് നിങ്ങൾ ഫിറ്റ് ചെയ്ത് കൊടുക്കുക, ഒന്ന് എഴുതി ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാനത് അടുത്ത ക്ലാസ്സിൽ ചോദിക്കും, അപ്പൊ നിങ്ങൾ പറയേണ്ടി വരും. അപ്പൊ നിങ്ങളൊന്ന് നോക്കി എഴുതി നോട്ട് ചെയ്ത് വെച്ചോണ്ട്. അതുപോലെ തന്നെ അടുത്തത് അതിന്റെ ഏറാബാണ്. എങ്ങനെയാണ് ഏറാബ് പറയാം? നമ്മൾ കാനാഹ്വാത്തിന്റെ ഏറാബ് പറഞ്ഞ പോലെ ഇവിടെ അതിന്റെ ഏറാബ് കൂടി പറഞ്ഞിട്ടുണ്ട്, അതും കൂടി ഒന്ന് പറയാം. ഇന്നൽ മുസാഫിറ ഖാദിമുൻ. അപ്പൊ നമ്മൾ എന്താ പറയാ? ഇന്ന ഹർഫു നാസിഖുൻ, ഇന്ന ഹർഫുൻ നാസിഖുൻ. പിന്നെ അൽ മുസാഫിർ ഇസ്മു ഇന്ന മൻസൂബുൻ ബിൽ ഫതഹതി. നേരത്തെ നമ്മൾ മൻസൂബുൻ വഅലാമത്തു നസ്ബിഹി അൽ ഫതഹതു അല്ലെങ്കിൽ അങ്ങനെയല്ലേ പറഞ്ഞിരുന്നത്? അത് ഇങ്ങനെയും പറയാം. മൻസൂബുൻ അതിന്റെ അടയാളം എങ്ങനെ പറയാം? ബിൽ ഫതഹതി, ഫതഹ് കൊണ്ടാണ് അവിടെ നസ്ബ് കൊടുത്തിട്ടുള്ളത്. മനസ്സിലായോ? അപ്പൊ അങ്ങനെയും പറയാം, അതാണ് എളുപ്പം. ഇങ്ങനെ പറയലാണ് എളുപ്പം. മറ്റേത് അലാമത്ത് നസ്ബിഹി എന്നൊക്കെ പറയുമ്പോൾ കുറെ എഴുതേണ്ടി വരും. ബോട്ടിലെ വെള്ളം എടുക്കും. ഖാദിം, ഖാദിം എന്ന് പറയുമ്പോൾ ഖബറു ഇന്ന മർഫൂൻ ബിൽ ലമ്മത്തി, ലമ്മ് കൊണ്ട് റഫാണ്. ഇങ്ങനെ ഇവിടെയും വളരെ ചുരുക്കിയിട്ടാ പറയുന്നത്. അപ്പൊ ലൈത്തൽ കിതാബു, കിതാബ് എന്നാണ് പറയണ്ടേ. ലൈത്തൽ കിതാബ കിതാബ മുറത്തബ് എന്ന് പറഞ്ഞാൽ വളരെ സ്ട്രക്ചേർഡ് ആണ്, വളരെ ഓർഡർ അനുസരിച്ചുള്ളതാണ്. അതിനെങ്ങനെ പറയാ? ലൈത്ത ലൈത ഹർഫ് നാസിഖ് ഹർഫ് നാസിഖ്, അൽ കിതാബ കിതാബ ഇസ്മുൻ പിന്നെ മൻസൂബുൻ ഫതഹ മൻസൂബുൻ ബിൽ ഫത്ഹത്തി ബിൽ ഫതഹതി മുറത്തബുൻ മുറത്തബുൻ ലൈത മർഫൂഉൻ ബിൽ ലമ്മത്തി. ഓക്കെ, മർഫൂഉൻ ബിൽ ലമ്മത്തി. ഓക്കെ. കഅന്നൽ ബൈത ജന്നത്തുൻ, വീട് സ്വർഗമായതുപോലെയുണ്ട്. കഅന്ന ഹർഫുൻ നാസിഖുൻ അൽ ബൈത ഇസ്മു കഅന്ന മൻസൂബുൻ ബിൽ ഫത്ഹത്തി ജന്നത്തുൻ ഖബറു കഅന്ന മർഫൂഉൻ ബിൽ ലമ്മത്തി. ഓക്കെ ഓക്കെ. അപ്പൊ ഞങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവും. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് എന്താ അറിയോ? ഞാനിതിന്റെ പുറത്തൊരു ചെറിയൊരു, നിങ്ങൾ ഖുറാൻ ഇങ്ങനെ വായിച്ചു നോക്കുക. അതിൽ നിന്ന് ഈ പറഞ്ഞ ഇന്ന അഹ്വാത്തിൽപ്പെട്ട ഓരോന്നിനും ഓരോ ഉദാഹരണം, ഒരു 6 സെന്റൻസുകളൊന്ന് എഴുതിയിട്ട് നിങ്ങളൊരു ടെക്സ്റ്റിൽ എഴുതിയിട്ട് ഒന്നുകിൽ നോട്ട് ബുക്കിൽ എഴുതുക, അല്ലെങ്കിൽ നേരെ മൊബൈലിൽ എഴുതിയിട്ട് നിങ്ങൾ ഗ്രൂപ്പിലൊന്ന് ഷെയർ ചെയ്യാം. ഓക്കെ. ഇതിൽ വരുന്ന ഒരു ആക്ടിവിറ്റി ചെയ്ത് നോക്കുക. നിങ്ങൾ ഫ്രീ ഉള്ള സമയത്ത് അടുത്ത ക്ലാസ് ആകുമ്പോഴേക്ക് അതിലൊന്ന് ചെയ്തിടാം. ഓക്കെ. ഇനി ഈ വിഷയമായിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല. ലൈറ്റ് ഒന്നും കൂടി ചെറുതായിട്ട് എക്സ്പ്ലെയിൻ പറ്റുമോ? ലൈത്തയുടെ മീനിങ് ആണോ? ആ, ലൈത്തയുടെ മീനിങ് എന്ന് പറഞ്ഞാല് പിന്നെ ഒരു സാധ്യതയില്ലാത്ത ഒരാഗ്രഹം നമ്മൾ പ്രകടിപ്പിക്കുമ്പോഴാണ് ലൈത്ത് ഉപയോഗിക്കുക. നടക്കാൻ സാധ്യതയില്ലാത്ത ഒരാഗ്രഹം. ഇപ്പോ എന്താ പറയാ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പോ ഒട്ടകം നമുക്ക് സിമ്പിൾ ആയിട്ട് തന്നെ പറയാം. നമ്മുടെ കുട്ടിക്കാലം, ഒരാൾ വളർന്ന് വയസ്സായ ഒരാൾ പറയണേ എന്റെ കുട്ടിക്കാലം ഒന്ന് തിരിച്ചു വന്നിരുന്നെങ്കിൽ, മുടിയൊക്കെ നരച്ചു പോയ ഒരാൾ പറയണേ എന്റെ മുടിയൊക്കെ ഒന്ന് വീണ്ടും കറുത്തിരുന്നെങ്കിൽ എന്ന് പറയുമ്പോൾ ആ ഒരു ആഗ്രഹം നടക്കാൻ സാധ്യതയല്ലല്ലോ. അങ്ങനെ ഉള്ള ഒരു സാഹചര്യത്തിലാണ് ലൈത്ത് പ്രയോഗിക്കുക സാധാരണഗതിയിൽ. കോമൺ ആയിട്ട് അങ്ങനെ ഉപയോഗിക്കുക. ക്ലിയർ ആയോ? എന്നാല് ചില സാഹിത്യങ്ങളിലൊക്കെ അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടൊക്കെ ഉപയോഗിക്കാറുണ്ട്. ഇപ്പൊ ചിലപ്പോൾ ഖുറാനിലൊക്കെ ചിലപ്പോൾ അതിന്റെ ഓപ്പോസിറ്റ് ഒക്കെ ആയിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. കാരണം അവിടെ വേറൊരു ലക്ഷ്യമാണ്. അത് നമ്മളിനി ബലാഗ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സബ്ജക്ട് പഠിക്കുന്ന സമയത്ത് അതിന്റെയൊക്കെ ഉപയോഗം എങ്ങനെയാണ്, പിന്നെ വ്യത്യസ്ത സാഹചര്യങ്ങളിൽ ഉപയോഗിക്കുമ്പോൾ എന്തൊക്കെ മീനിങ്ങിൽ വ്യത്യാസം വരും എന്നൊക്കെ പിന്നെ മനസ്സിലാക്കാൻ പറ്റും. ചിലപ്പോ ഇപ്പൊ ഖുറാനിൽ പലപ്പോഴും ലാലിലൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടാവും. ലാലില് ഖുറാനിൽ പറയുമ്പോ അള്ളാഹു പറയുമ്പോൾ ലാലയുടെ അർത്ഥം അള്ളാഹ്ക്ക് അറിയില്ല. ഇപ്പൊ എന്താണ് ലാലില, എന്താണ് ലാലത്തോടെ ഖുറാനിൽ വന്നിട്ടുള്ളത്? പലപ്പോഴും ലാലില് ഖുറാനിൽ ഉപയോഗിക്കുന്നത് അത് ഈ പറഞ്ഞ ലാലയുടെ അർത്ഥം നമ്മൾ എന്താ പറഞ്ഞ അയക്കാം എന്നുള്ള അർത്ഥല്ലേ? അല്ലേ? ലാലക്കും തഷ്കുറൂൻ. അവിടെ വേറൊരു മീനിങ്ങിനാണ് ഉപയോഗിക്കുന്നത്. ലാലക്കും തഷ്കുറൂൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ നന്ദിയുള്ളവരാവാൻ വേണ്ടി എന്നുള്ള ഒരു അർത്ഥത്തിലാണ്.
അയക്കാം എന്നുള്ള അർത്ഥം മാത്രമല്ല. ലഅല്ലല്ലാഹ ലഅല്ലല്ലാഹ യഹ്ദുസു ബഅദ ദാലിക അംറ. ലഅല്ല സഅത ഖരീബുൻ. ലഅല്ല സഅത ഖരീബ് എന്നുണ്ട്. ഖിയാമത്ത് നാള് അടുത്തായേക്കാം എന്ന് പറയുമ്പോൾ അള്ളാഹു പറയണം ആയേക്കാം. അപ്പൊ അള്ളാഹ്ക്ക് തന്നെ ഒരു ഉറപ്പില്ലേ? അള്ളാഹ്ക്ക് ക്ലിയർ ആയിട്ട് അറിയാലോ എപ്പോഴാണ് ഉണ്ടാവുക. അപ്പൊ അതിന്റെ അർത്ഥം അവിടെ അവിടെ കൃത്യമായിട്ടും ഉറപ്പുണ്ട് എന്നുള്ള അർത്ഥത്തിൽ തന്നെയാണ്, അടുത്താവും എന്ന അർത്ഥത്തിലാണ്. അപ്പോ സാധാരണഗതിയില് നോർമലി അറബി ഭാഷയുടെ ഒരു സ്റ്റൈൽ അനുസരിച്ച് അതിന്റെ രണ്ടിന്റെ മീനിങ് എന്താണ്? ലഅല്ല എന്ന് പറയുന്നത് ഒരു ഹോപ്പുള്ള, സംഭവിക്കാൻ സാധ്യതയുള്ള ഒന്നിന്, പോസിബിലിറ്റി ഉള്ളതിനാണ് ലഅല്ല ഉപയോഗിക്കുക. ലൈത്ത എന്ന് പറയുന്നത് ഒരിക്കലും ഉണ്ടാവാൻ സാധ്യതയില്ലാത്ത ഒന്നിനാണ് കോമൺ ആയിട്ട് ഉപയോഗിക്കാറുള്ളത്. ഓക്കെ, ഈ രണ്ടിന്റെ ഓപ്പോസിറ്റും ഭാഷയിൽ സാഹിത്യം മൂല്യം വെച്ചിട്ട് ചിലപ്പോൾ ഉപയോഗിക്കാറുണ്ട്. അപ്പൊ അതിന് വേറെ ഉദ്ദേശത്തിലാണ് ഉപയോഗിക്കുക. ഓക്കെ, ഡിഫറെന്റ് അത് പറയാൻ എങ്ങനെ, എന്താണ് കേട്ടില്ല ഒന്നുകൂടി. ഇന്നാ തീർച്ചയായതല്ല, അന്നാന്നുള്ളതിന്റെ മീനിങ് ഇന്ന എന്ന് പറഞ്ഞാലോ? ഇന്നാന്ന് പറഞ്ഞാ തീർച്ചയായെന്നല്ല അതിന്റെ മീനിങ് വരുന്നത്. അതെ, അപ്പൊ അന്നാന്ന് പറയുമ്പോ അതിന്റെ മീനിങ് എന്താ വരിക? എന്ന് പറയുമ്പോഴും തീർച്ചയായും തന്നെയാണ് അർത്ഥം വരിക. രണ്ടും ഒരേ അർത്ഥമാണ്. അതിന്റെ ഡിഫറൻസ് എന്താണ്? അപ്പോ നമ്മളിത് ഡിഫറൻസ് ഒന്നുമില്ല. ഡിഫറൻസ് എന്ന് പറയുന്നത് അത് പിന്നെ എവിടെയാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളിടത്താണ് അതിന്റെ ഡിഫറൻസ് ഉള്ളൂ. അത് നമ്മൾ പിന്നെ വേറൊരു ചാപ്റ്റർ വരുന്നുണ്ടാവും, ഇന്ന എവിടെ ഉപയോഗിക്കേണ്ടത്. ഞാൻ ഒന്ന് പറഞ്ഞല്ലോ, ഇന്ന എന്നുള്ള ഒരു സെന്റൻസ് തുടങ്ങുമ്പോൾ നമ്മൾ ഇന്നയാണ് ഉപയോഗിക്കുക, ഇന്ന ദീന എന്തുള്ള ഇസ്ലാം. അതേ സമയത്ത് ഒരു സെന്റൻസിന്റെ ഇടയിൽ പറയുമ്പോൾ അവിടെ നമ്മൾ അന്നയാണ് ഉപയോഗിക്കുക. ഉദാഹരണത്തിന് അലിംതു അന്ന ആണ്. അലിംതു കഴിഞ്ഞിട്ട് ഒരു സെന്റൻസിന്റെ ഇടയിലാണ് വരുന്നത്. അപ്പൊ അലിംതു അന്ന, അവിടെ അലിംതു ഇന്ന എന്ന് പറയില്ല. രണ്ടിന്റെ അർത്ഥം ഒന്ന് തന്നെയാണ്. രണ്ടും തൗക്കീദിനാണ് ഉപയോഗിക്കുന്നത്. അത് പറയുന്ന ആശയത്തെ സ്ട്രെസ് ചെയ്ത് ഊന്നൽ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് രണ്ടും ഉപയോഗിക്കുക. ഓക്കെ, അപ്പൊ ഇൻഷാല്ലാ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊന്നും ചെയ്ത് നോക്കാം. ഖുറാനൊന്നും എടുത്ത് നോക്കിയിട്ട് അതിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അതിന്റെ ഇറാബ് അനുസരിച്ച് വന്നത് നോക്കിയെടുക്കാം കേട്ടോ. ഇൻഷാല്ലാ. ശുക്രൻ ലക്കും. അസ്സലാമു അലൈക്കും.